പടക്കളം അധ്യായം 19. ചീങ്കണ്ണി പരമുവിനെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്തമർത്തിക്കൊണ്ട് ഇന്ദ്രജിത്ത് ചുറ്റും നോക്കി. കഴുത്തിൽ കത്തിയിരിക്കുന്ന കാരണത്താൽ പരമുവിന് ഒന്നനങ്ങാൻ പോലും കഴിഞ്ഞിരുന്നില്ല. SP ജയശങ്കറും പാർട്ടി ജില്ലാ പ്രസിഡന്റ് പങ്കജാക്ഷനുമൊക്കെ ഒരു ബോംബിന് മുകളിൽ നിൽക്കുന്ന അവസ്ഥയായിരുന്നു. സ്റ്റേജിൽ നടക്കുന്ന രംഗം പൊടുന്നനെ കാണികൾക്കിടയിൽ നിശബ്ദത പരത്തി. വേദിയിലേക്ക് വരികയായിരുന്ന മുഖ്യമന്ത്രി പെട്ടെന്ന് പോലീസ് വലയത്തിനുള്ളിലായി. എന്താ പ്രശ്നം? അദ്ദേഹം IG-യോട് തിരക്കി. ചുരുക്കത്തിൽ അയാൾ വിവരമറിയിച്ചു. SP ജയശങ്കറും പങ്കജാക്ഷനും മുഖാമുഖം നോക്കി. ആ നേരത്ത് കുതിരവേഷത്തിലായിരുന്ന ബാക്കിയുള്ള ഓട്ടോക്കാരും വേഷം പറിച്ചെറിഞ്ഞ് വേദിയിലേക്ക് ചാടിക്കയറിയിരുന്നു. യുവജനോത്സവ ഉദ്ഘാടനം റിപ്പോർട്ട് ചെയ്യുവാനെത്തിയ TV മാധ്യമപ്രവർത്തകരുടെ ക്യാമറകൾ അതിദ്രുതം പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. മര്യാദയ്ക്ക് കീഴടങ്ങുവിൻ. SP റിവോൾവർ ഇന്ദ്രജിത്തിന് നേരെ ചൂണ്ടി. അനങ്ങരുത്, ഇന്ദ്രജിത്ത് അലറി. പരമോന് ജനങ്ങളോടും ഇവിടെ എത്തിയിരിക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ളവരോടും ചിലത് പറയുവാനുണ്ട്. അതിനുശേഷമല്ലാതെ കീഴടങ്ങുന്ന പ്രശ്നമില്ല. SP വിയർത്തു തുടങ്ങി. ഇന്ദ്രജിത്ത് പരമോനെ മൈക്കിന് മുന്നിലേക്ക് വലിച്ചു നീക്കി. ബാക്കി ഓട്ടോക്കാരും തങ്ങളെ മറച്ചു വെച്ചിരുന്ന ആയുധങ്ങൾ പുറത്തെടുത്തു. ആരും അടുക്കരുത്, ആരെയും ഉപദ്രവിക്കണമെന്ന ആഗ്രഹം ഇപ്പോൾ ഞങ്ങൾക്കില്ല, പെൻസിൽ കുട്ടപ്പൻ വിളിച്ചു പറഞ്ഞു. മൈക്ക് ഓൺ ചെയ്യടാ. ഇന്ദ്രജിത്ത് മൈക്ക് ഓപ്പറേറ്ററെ നോക്കി. അയാൾ അനുസരിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞങ്ങൾ തീവ്രവാദികളോ ഗുണ്ടകളോ ഒന്നുമല്ല. ഓട്ടോ ഓടിച്ച് അന്നന്നത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന പാവം തൊഴിലാളികൾ മാത്രമാണ്. ഇന്ദ്രജിത്ത് സംസാരിച്ചു തുടങ്ങി. അതിനിടെ SP ജയശങ്കർ IG-ക്ക് മുന്നിലെത്തി അറ്റൻഷനായി. ഞങ്ങൾ ഈ ഗുണ്ടകളെ കീഴടക്കം വരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ. പക്ഷേ മുഖ്യമന്ത്രി അത് കേട്ടു. SP-യെ സംഭാഷണം പൂർത്തിയാക്കുവാൻ അനുവദിക്കാതെ പറഞ്ഞു. വേണ്ട, ഒരിടത്തേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല. അയാൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കട്ടെ. മാത്രമല്ല എൻ്റെ പോലീസിന്റെ കാര്യക്ഷമതയും ഒന്നറിയണമല്ലോ. അതോടെ ജയശങ്കർ ഒന്നുകൂടി വിളറി. അറ്റൻഷനായിട്ട് അയാൾ വേഗം പിന്തിരിഞ്ഞു. അപ്പോൾ ഇന്ദ്രജിത്ത് തുടരുകയായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയണം അങ്ങയുടെ പോലീസ് ചെയ്യുന്നത് എന്താണെന്ന്, ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ചെയ്യുന്നതും ചെയ്യിക്കുന്നതും എന്താണെന്ന്, ഈ പട്ടണത്തിലും മണപ്പള്ളിയിലും അടിക്കടി കൊലപാതകങ്ങൾ നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. ഏവരും കാതുകൾ കൂർപ്പിച്ചു. ഇന്ദ്രജിത്തിന്റെ ശബ്ദത്തിന് തീ പിടിച്ചു തുടങ്ങി. ഇവൻ, ചീങ്കണ്ണി പരമു എന്ന ഓമന പേരിൽ അറിയുന്ന ഇവൻ പറയും ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും പോലീസുകാർക്കും വേണ്ടി എന്തൊക്കെ ചെയ്തെന്ന്. തോലു ഗംഗാധരനെ കൊന്ന കുറ്റത്തിന് ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന DYSP ലേഖ സാർ തന്നെയാണോ അയാളെ കൊന്നതെന്ന് ഇവൻ പറയും. 2 പോലീസുകാരെ ചുട്ടുകൊന്നത് ഞങ്ങൾ ഓട്ടോക്കാരാണോ എന്ന് ഇവൻ പറയും. അവൻ പരമുവിനെ മൈക്കിന് മുന്നിലേക്ക് നീക്കി നിർത്തി. ഒരു നിമിഷത്തെ ശാന്തത. പങ്കജാക്ഷന്റെ വെളുത്ത വസ്ത്രം വിയർപ്പിൽ കുളിച്ചു. അടിയും ഇടിയുമേറ്റ അവന്റെ മുഖവും കണ്ണുകളിലെ പകച്ച ഭാവവും കണ്ടപ്പോൾ പരമു എല്ലാം വെട്ടിത്തുറന്ന് പറയുമെന്ന് അയാൾക്കുറപ്പായി. പരമു എല്ലാവരെയും നോക്കി, പങ്കജാക്ഷനെയും SP-യെയും ഒക്കെ. അവർക്കിരുവർക്കും ഒന്ന് ആംഗ്യം കാണിക്കാൻ പോലും കഴിയില്ലായിരുന്നു. കാരണം പരമു നോക്കുന്ന ഭാഗത്തേക്കായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ക്യാമറ കണ്ണുകൾ. ഇന്ദ്രജിത്ത് കത്തി ഒന്നുകൂടി അമർത്തിയതും പരമു വായി തുറന്നു. ഞാനെല്ലാം പറയാം. ആളുകൾ ഉത്കണ്ഠയുടെ മുൾമുനയിലായി. ഞാനാണ്. പൂർത്തിയാക്കുവാൻ കഴിഞ്ഞില്ല പരമുവിന്. അതിനു മുമ്പ് ഒരു വെടി പൊട്ടി. ആഹാ! ഹൃദയം പിളരുന്ന ഒരലർച്ച മൈക്കിലൂടെ ആ പ്രദേശത്തെ ആകെ നടക്കി. മുഖ്യമന്ത്രി ഉൾപ്പെടെ ഞെട്ടിത്തിരിഞ്ഞു. പരമു നെഞ്ചിൽ കൈ അമർത്തിക്കൊണ്ട് ഇന്ദ്രജിത്തിന്റെ കൈകളിലേക്ക് തന്നെ വീണു. ഒപ്പം മറ്റൊരു കാഴ്ച. ആളുകളെ തള്ളി മാറ്റിക്കൊണ്ട് ഗറില്ലയുടെ മേക്കപ്പെട്ട ഒരു മനുഷ്യൻ ഓടുന്നു. കയ്യിൽ റിവോൾവർ. ഘോഷയാത്രയിൽ ഉണ്ടായിരുന്നതാണ് അയാളും. പുറത്ത് ഒരു ബൈക്ക് സ്റ്റാർട്ടായി നിന്നിരുന്നു. ആ രൂപം പിന്നിലേക്ക് കുതിച്ചു വീണു. ബൈക്ക് വെടിയുണ്ട പോലെ പാഞ്ഞുപോയി. ഇന്ദ്രജിത്തും മറ്റു ഓട്ടോക്കാർക്കും ഒന്നും വിശ്വസിക്കാനാവാതെ ചകിതരായി നിൽക്കുവാനേ കഴിഞ്ഞുള്ളൂ. അവന്റെ കൈകളിൽ നിന്നും സ്റ്റേജിലേക്ക് വീണ പരമു ശക്തമായി ഒന്ന് ഞെട്ടിപ്പിടഞ്ഞു. അതോടെ ചലനം നിലച്ചു. സ്റ്റേജിലേക്ക് അയാളുടെ നെഞ്ചിൽ നിന്നും ചോര ഒലിച്ചിറങ്ങിക്കൊണ്ടിരുന്നു. എന്ത് വേണമെന്ന് ഓട്ടോക്കാർ പരസ്പരം നോക്കിയപ്പോഴേക്കും പോലീസിന്റെ പിടി വീണ് കഴിഞ്ഞിരുന്നു. അവർ എതിർത്തില്ല. ചീങ്കണ്ണി പരമുവിന്റെ പ്രഖ്യാപനം കേൾക്കണമെന്ന് കരുതി രാവിലെ തന്നെ പ്രേമചന്ദ്രൻ പട്ടണത്തിൽ എത്തിയിരുന്നു. യുവജനോത്സവത്തോടനുബന്ധിച്ച് പട്ടണം മുഴുവൻ മൈക്കുകൾ ഉണ്ടായിരുന്നതിനാൽ ഇന്ദ്രജിത്തിന്റെ സംഭാഷണം കേട്ടപ്പോൾ തന്നെ അയാൾ അവിടേക്ക് പാഞ്ഞു. പക്ഷേ അങ്ങെത്തിയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. ഓട്ടോക്കാരെ പോലീസിന്റെ വലിയ വാനിലേക്ക് കയറ്റുന്നതാണ് കണ്ടത്. പ്രേമചന്ദ്രൻ വീട്ടിലെത്തിയപ്പോൾ അമൃത വന്നറിയിച്ചു. വണ്ടിയുടെ ബുക്കും പേപ്പറും വെച്ച് പണയമെടുത്തില്ലേ? അവിടെ നിന്ന് ചില വൃത്തികെട്ടവന്മാർ വന്നിരുന്നു.
എത്രയും വേഗം തവണയടച്ചില്ലെങ്കിൽ വണ്ടി കൊണ്ടു പോകുമെന്ന് യദുമോൻ അവരുമായി വഴക്കിടാൻ വരെ തുടങ്ങി. തലയ്ക്ക് ഒരു പ്രഹരമേറ്റതുപോലെ തോന്നി അയാൾക്ക്. വേഷം പോലും മാറാതെ പ്രേമചന്ദ്രൻ കട്ടിലിൽ ചെന്ന് കിടന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അമൃത അങ്ങോട്ട് വന്ന് ഭക്ഷണം കഴിക്ക്. നിങ്ങൾ കഴിച്ചോ, എനിക്ക് പിന്നെ മതി. ഞാൻ പറഞ്ഞത് വിഷമമായോ? അവർ ഭർത്താവിന്റെ അരികിലിരുന്നു. സത്യത്തിന് മുന്നിൽ വിഷമിച്ചിട്ട് എന്താടീ കാര്യം? അപ്പോഴാണ് യദുരാമൻ കയറി വന്നത്. അവന്റെ മുഖം വല്ലാതെ ചുവന്നിരുന്നു. എന്താടാ? അമൃത ചാടി എഴുന്നേറ്റു. ആ ഹരിലാൽ അവൻ പറയുകയാ, ആന്ത്രാക്സ് അകത്തായല്ലോ, കാണിച്ചു തരാമെന്ന്. എന്റെ ഈശ്വര, എന്നിട്ട് നീ വല്ലതും പറഞ്ഞോ? അമൃത നെഞ്ചിൽ കൈവച്ചു. ഇങ്ങ് വന്നേക്കാൻ പറഞ്ഞു. വരട്ടെ, ആരാണ് ഞാനെന്ന് കാണിച്ചു കൊടുക്കാം. അവന്റെ അണപ്പല്ലുകൾ ഞെരിഞ്ഞമർന്നു. ഏട്ടനേക്കാൾ മുമ്പേ ആ പട്ടിയെ ഞാൻ കൊല്ലും. എല്ലാം കേട്ടുകൊണ്ട് വാതിൽക്കലേക്ക് വന്ന ഋഷിയാണ് പറഞ്ഞത്. അവന്റെ കയ്യിൽ ഒരു വെട്ടുകത്തിയുണ്ടായിരുന്നു. അവന്മാര് വരും ഈ രാത്രി തന്നെ, എനിക്കുറപ്പാ. പക്ഷേ തിരിച്ചു പോകത്തില്ല, അതും ഉറപ്പാ. മോനെ ഋഷി, അമൃത ഭീതിയോടെ വിളിച്ചു. പ്രേമചന്ദ്രനും എഴുന്നേറ്റിരുന്നു. അച്ഛനും അമ്മയും ഇക്കാര്യത്തിൽ ഇടപെടരുത്. ഇനി ഇങ്ങോട്ട് തല്ലുന്നവന്മാരെ തിരിച്ചു തല്ലാതെ ഞാൻ ഇറങ്ങത്തില്ല. ആൺമക്കളുടെ മുഖത്തേക്ക് നോക്കുവാൻ പ്രേമചന്ദ്രനും അമൃതയും ആദ്യമായി ഭയന്നു. പകൽ പോയി. ഇരുളിന്റെ കഴുകൻ ചിറക് വിരിച്ചെത്തി. ലോക്കപ്പിൽ തളർന്ന് അവശരായി ഇരിക്കുകയായിരുന്നു ഇന്ദ്രജിത്തും കൂട്ടുകാരും. പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായിരിക്കുന്നു. ചീങ്കണ്ണി പരമോ എല്ലാം വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് പെൻസിൽ കുട്ടപ്പൻ എഴുന്നേറ്റു. സാറേ, സെല്ലിനടുത്ത് ചെന്ന് അവൻ വിളിച്ചു. ഒരു കോൺസ്റ്റബിൾ അങ്ങോട്ട് വന്നു. എന്താടാ കിടന്ന് അലറുന്നത്? എനിക്കൊന്ന് മൂത്രമൊഴിക്കണം. മൂത്രം താനെ പൊയ്ക്കോളുമടാ. നിങ്ങളെ കാണാൻ ഒരു VIP ഉടനെ വരുന്നുണ്ട്. കോൺസ്റ്റബിൾ അവനെ രൂക്ഷമായി നോക്കിയിട്ട് പിന്തിരിഞ്ഞു. സമയം കടന്നുപോയി. പോലീസുകാർ ആരെയോ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. 11 മണിക്കാണ് അവർ കാത്തിരുന്ന ആൾ എത്തിയത്. SP ജയശങ്കർ, ഒപ്പം പങ്കജാക്ഷനും ഉണ്ടായിരുന്നു. പോലീസുകാർ അലർട്ടായി. എന്തിയേ അവന്മാര്? വന്നയുടനെ SP തിരക്കിയത് അതാണ്. സാർ, ലോക്കപ്പിലുണ്ട്. ASI സത്യപാലൻ വിനയാന്വിതനായി. പിന്നിൽ ഒരു മുറിയുണ്ടല്ലോ, സ്പെഷ്യൽ കേസുകളൊക്കെ ലേഖ കൈകാര്യം ചെയ്തിരുന്ന മുറി. ഓരോരുത്തരെയായി അങ്ങോട്ട് കൊണ്ടുപോ. പിന്നെ ഇന്ദ്രജിത്തിനെ അവസാനം മതി. സാർ, സത്യപാലൻ പിന്തിരിഞ്ഞു. തന്നെ DYSP ആന്ത്രാക്സ് ലേഖ ആ മുറിയിലിട്ട് ഇടിച്ച് ചതച്ചതായിരുന്നു അപ്പോൾ പങ്കജാക്ഷന്റെ മനസ്സിൽ. ആദ്യം പുറത്തേക്ക് വരുവാൻ ഭാവിച്ചത് ഇന്ദ്രജിത്താണെങ്കിലും സത്യപാലനും പോലീസുകാരനും സമ്മതിച്ചില്ല. അവർ കുട്ടപ്പനെ കൊണ്ടുപോയി. അവൻ തിരിഞ്ഞ് ദയനീയമായി ജിത്തിനെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. SP-യും പങ്കജാക്ഷനും പിന്നിലെ മുറിയിലേക്ക് പോയി. തെല്ല് കഴിഞ്ഞപ്പോൾ കുട്ടപ്പന്റെ നിലവിളി കേട്ടു. ഇന്ദ്രജിത്ത് കാതുകൾ പൊത്തിപ്പിടിച്ചു. പല്ലുകൾ ഞെരിഞ്ഞമർന്നു. കണ്ണുകൾ അറിയാതെ നിറഞ്ഞു തുളുമ്പി. ഭിത്തിയിലേക്ക് തലയമർത്തി അവൻ ശ്വാസം വേഗത്തിൽ വലിച്ചുവിട്ടു. ഓരോരുത്തരെയായി പോലീസുകാർ കൊണ്ടുപോയി. അവരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കാൻ പോലും ഇന്ദ്രജിത്തിന് വിഷമം തോന്നി. എങ്കിലും അവനൊരിക്കലും ആന്ത്രാക്സ് ലേഖയെ കുറ്റപ്പെടുത്താൻ തോന്നിയില്ല. എന്താടാ നായിന്റെ മോനെ, ഇരുന്ന് സ്വപ്നം കാണുകയാണോ? തൊട്ടടുത്ത് ഒരലർച്ച. ഇന്ദ്രജിത്ത് ഞെട്ടിയില്ല. പതിയെ തലയുയർത്തി. അപ്പോഴേക്കും 2 പോലീസുകാർ അവനെ പിടിച്ചുയർത്തി കഴുത്തിന് കുത്തിപ്പിടിച്ച് പുറത്തേക്ക് തള്ളി. ഇന്ദ്രജിത്ത് വേച്ചുപോയി. അവർ അവനെ പിടിച്ചു വലിച്ച് പിന്നിലെ മുറിയിൽ കൊണ്ടെത്തിച്ചു. തന്റെ സുഹൃത്തുക്കളുടെ അവസ്ഥ കണ്ടപ്പോൾ ഹൃദയം പൊടിഞ്ഞുപോയി അവന്. 5 പേർ അണ്ടർവെയർ മാത്രം ധരിച്ച് കൈകൾ ഉയർത്തിപ്പിടിച്ച് ഭിത്തിയോട് ചേർന്ന് നിൽക്കുകയാണ്. അവരുടെ മുഖത്തും ശരീരത്തുമൊക്കെ അടിയേറ്റ് കരിനീലിച്ച പാടുകൾ. പലയിടത്തും ചോര കിനിയുന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ. പെൻസിൽ കുട്ടപ്പൻ തറയിൽ മലർന്നു കിടക്കുന്നു. അവന്റെ നെഞ്ചത്ത് ഷൂസ് അണിഞ്ഞ കാൽ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് SP ജയശങ്കർ. എല്ലാം കണ്ട് ആസ്വദിച്ചുകൊണ്ട് മറ്റൊരു കസേരയിൽ പങ്കജാക്ഷനും. വിഷമവും കോപവുമൊക്കെ ഒന്നിച്ചുണ്ടായി ഇന്ദ്രജിത്തിന്. അവർ ഇരുവരെയും ഒന്ന് നോക്കി. ഇവന്റെ വീര്യത്തിന് ഒട്ടും കുറവ് വന്നിട്ടില്ലല്ലോ ജയശങ്കർ സാറേ. പങ്കജാക്ഷൻ എരിവ് കയറ്റി. സത്യപാല, നേരാണോടാ ഈ പങ്കജാക്ഷൻ പറയുന്നത്? ജയശങ്കർ ASI നോക്കി ചിരിച്ചു. അയാളും 4 പോലീസുകാരും ഷർട്ട് അഴിച്ചു മാറ്റിയിട്ട് പാന്റും ബനിയനുമായി വിയർപ്പിൽ കുളിച്ച് നിൽക്കുകയായിരുന്നു. ഏയ്, ഇവൻ പാവമാ സാറേ, അല്ലേലിപ്പം കണ്ടോ? പറഞ്ഞതും കാലുയർത്തി അവന്റെ അടിവയറ്റിൽ ഒറ്റ ചവിട്ടായിരുന്നു അയാൾ. അമ്മേ, അലറി വിളിച്ചുപോയി ഇന്ദ്രജിത്ത്. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത്, ഇവൻ പാവമാണെന്ന്. അടിവയറ്റിൽ കൈ അമർത്തി പിടിച്ച് തറയിലേക്കിരുന്നു പോയി ഇന്ദ്രജിത്ത്. ആ ക്ഷണം പിന്നിൽ നിന്നിരുന്ന പോലീസുകാരൻ 2 ചെവികളും ചേർത്ത് ഒറ്റയടി. തലയ്ക്കുള്ളിൽ ഒരു ഗുഡ്സ് ട്രെയിനിന്റെ ഇരമ്പൽ. അവൻ മുന്നോട്ട് മറഞ്ഞു. സത്യപാലൻ അവന്റെ തലമുടിയിൽ കുത്തിപ്പിടിച്ച് മുഖം മുകളിലേക്ക് ഉയർത്തി. ഇവരെല്ലാം പറഞ്ഞ സത്യം നീ കൂടെ ഒന്ന് ഏറ്റു പറഞ്ഞോടാ.
ഗറില്ലയുടെ രൂപം ധരിച്ചുകൊണ്ട് വന്നതും നിങ്ങളുടെ ആൾ തന്നെ അല്ലായിരുന്നോ? അയാളല്ലേടാ ചീങ്കണ്ണി പരമോനെ വെടിവെച്ചത്? അല്ല. ഏ? പുറത്തൊരു ചവിട്ടും കാവളടക്കം ഒരടിയും. എന്തോ പറയുവാൻ ഇന്ദ്രജിത്ത് ഭാവിച്ചതാണ്. അപ്പോഴേക്കും മൂക്കിൽ നിന്നും രക്തത്തുള്ളികൾ ഇറ്റു വീണു. ചെയ്യാത്ത കുറ്റം എന്നെക്കൊണ്ട് സമ്മതിപ്പിക്കാമെന്ന് ആരും കരുതണ്ട. പിന്നെ തൂക്കിക്കൊന്നില്ലേല് ഞാൻ ഇതിനൊക്കെ കണക്ക് ചോദിക്കുകയും ചെയ്യും. ആഹാ, എന്നാൽ അതൊന്ന് കാണണമല്ലോടാ. പെൻസിൽ കുട്ടപ്പന്റെ പുറത്ത് ചവിട്ടിത്തന്നെ SP മുന്നോട്ട് ചാടി ഇന്ദ്രജിത്തിനെ പിടിച്ചുയർത്തി ഭിത്തിയിലേക്ക് ചേർത്തു. പിന്നെ മുഖത്തും നെഞ്ചത്തും വയറ്റത്തും ആഞ്ഞാഞ്ഞടിച്ചു, ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യും പോലെ. അവസാനം SP പിന്തിരിഞ്ഞപ്പോൾ ഒരു പഴന്തുണിക്കെട്ട് പോലെ ഇന്ദ്രജിത്ത് ചലനമറ്റ് വീണു. ASAയെ വിളിച്ച് ചില കാര്യങ്ങൾ കൂടി ഏൽപ്പിച്ചിട്ട് SP പുറത്തേക്കിറങ്ങി. നമുക്ക് പോകാം പങ്കജാക്ഷ. ശരി സാർ. പുറത്തേക്കിറങ്ങി നിന്നിട്ട് പങ്കജാക്ഷൻ സത്യപാലനെ അടുത്ത് വിളിച്ചു. എന്താ പ്രസിഡന്റെ? തക്ക സമയത്ത് ആ ഗറില്ലയുടെ വേഷം അഴിച്ചു വാങ്ങിയിട്ട് ധരിക്കാനും പരമോനെ നിശബ്ദനാക്കാനും കഴിഞ്ഞതിന് എന്തു തരണം ഞാൻ? പ്രസിഡന്റിന് ഇഷ്ടമുള്ളത്. ഇരുവരും നിഗൂഢമായി ചിരിച്ചു. SP-യും പങ്കജാക്ഷനും SP-യുടെ കാറിലാണ് പോയത്. ഡ്രൈവർ ഇല്ലായിരുന്നു. പങ്കജാക്ഷനെ വീട്ടിൽ ഇറക്കിയിട്ട് ജയശങ്കർ മടങ്ങി. ഈ രാത്രിയിൽ വേറെ ചിലതും നടക്കുമെന്ന് പങ്കജാക്ഷൻ പറഞ്ഞിരുന്നു. പ്രേമചന്ദ്രന്റെ വീട്ടിൽ യദുരാമനെ കാണാൻ വാവച്ചനും ഗോപിനാഥും ഹരിലാലും മറ്റും പോകുമ്പോലും പോകട്ടെ. പലതും ചിന്തിച്ചുകൊണ്ട് മുന്നോട്ടു പോയ ജയശങ്കർ പെട്ടെന്ന് ബ്രേക്ക് അമർത്തി. കാർ നിന്നു. റോഡിന് നടുവിൽ മറഞ്ഞു കിടക്കുന്ന ഒരു ബൈക്ക്. അതിനരികിൽ കിടക്കുന്നത് ഒരു സ്ത്രീയാണെന്ന് കണ്ട് ജയശങ്കർ പെട്ടെന്നിറങ്ങി. എഞ്ചിൻ ഓഫ് ചെയ്യാതെ ലൈറ്റ് അണയ്ക്കാതെ അയാൾ അടുത്തു ചെന്നു. സ്ത്രീ വെളിച്ചത്തിന് എതിർഭാഗത്തേക്ക് മുഖം തിരിച്ചായിരുന്നു കിടന്നിരുന്നത്. ചുരിദാറാണ് വേഷം. ജയശങ്കർ ചുറ്റും നോക്കി. മറ്റാരെയും കണ്ടില്ല. അയാൾ അവളുടെ മൂക്കിന്റെ ഭാഗത്ത് കൈവച്ചു നോക്കി. ശ്വാസമുണ്ട്. ബൈക്ക് മറിഞ്ഞപ്പോൾ മോഹാലസ്യപ്പെട്ട് വീണതാവാം. എന്നാൽ കൂടെയുണ്ടായിരുന്ന പുരുഷനെവിടെ? അയാൾ അവരെ വെളിച്ചത്തിന് നേർക്ക് തിരിച്ചിട്ടു. ആ മുഖത്തേക്ക് നോക്കി. തലയ്ക്ക് പിന്നിൽ ചുറ്റികയ്ക്ക് അടിയേറ്റ ഒരനുഭവം. ആ നിമിഷം റോഡിൽ കിടന്നിരുന്ന സ്ത്രീ കണ്ണുകൾ തുറന്നു. രണ്ട് തീക്കനൽ തിളങ്ങും പോലെ. ലേഖ. SP-യുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. ആന്ത്രാക്സ് ലേഖ. അധ്യായം 20. തന്റെ കണ്ണുകളെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല SP ജയശങ്കർക്ക്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത ആന്ത്രാക്സ് ലേഖയിത ഇവിടെ. SP-യെ നോക്കി ലേഖ ഒന്ന് ചിരിച്ചു. അപ്പോൾ അവർ പ്രേതമാണെന്നും വായുടെ ഇരുഭാഗത്തു കൂടിയും തേറ്റപ്പല്ലുകൾ പുറത്തേക്ക് വരുന്നുണ്ടെന്നും തോന്നി അയാൾക്ക്. ആ ക്ഷണം ലേഖ കൈ ചുരുട്ടി അയാളുടെ മുഖത്തിടിച്ചു. വല്ലാത്തൊരു ശബ്ദത്തോടെ അയാൾ നിവർന്നു. റോഡിൽ നിന്നും ലേഖ കുതിച്ചുയർന്നു. കാറിന്റെ ഹെഡ്ലൈറ്റുകളിലെ വെളിച്ചം പുളഞ്ഞിറങ്ങിയിട്ടും അവൾ കണ്ണുകൾ ചിമ്മിയില്ല. അവയിൽ 2 ഡയമണ്ടിന്റെ തിളക്കം ജയശങ്കർ കണ്ടു. ലേഖ കൈകൾ ഒന്ന് നീട്ടിക്കുടഞ്ഞു. എന്നെ ജയിലിലാക്കിയിട്ട് ഇവിടെ വാഴാമെന്ന് സാറ് കരുതി അല്ലേ? അപ്പോഴും ജയശങ്കർ ആദ്യമേറ്റ നടുക്കത്തിൽ നിന്നും മോചിതനായിരുന്നില്ല. ജയശങ്കർ സാറേ, മൂർഖൻ പാമ്പിനെ നോവിച്ചു വിടരുതെന്ന് കേട്ടിട്ടില്ലേ? പക്ഷെ നിങ്ങൾ ചെയ്തത് അതായിപ്പോയി. അവൾ ഒരടി മുന്നോട്ട് നീങ്ങി. തന്നെ ആക്രമിക്കുകയാണ് ഇവളുടെ ഭാവമെന്ന് മനസ്സിലാക്കിയ ജയശങ്കർ പെട്ടെന്ന് റിവോൾവർ എടുക്കുവാൻ ഭാവിച്ചു. പക്ഷേ മിന്നൽ പിണരായി അവരുടെ കാൽ മേലേക്കുയർന്നു. റിവോൾവർ തെറിച്ചുപോയി. ഒരു പെണ്ണിനെ നേരിടാൻ SP സാറിന് സർവീസ് റിവോൾവറിന്റെ ആവശ്യമുണ്ടോ? അതിലെ ഓരോ ബുള്ളറ്റിനും കണക്കുള്ളതാണെന്ന് താങ്കൾ മറന്നുപോയോ? SP വിയർക്കാൻ തുടങ്ങി. കൊടും തിന്മയെ നേരിടുവാൻ തിന്മയുടെ മാർഗം തന്നെ അവലംബിക്കുന്നതിൽ തെറ്റില്ലെന്ന് ബോധ്യപ്പെട്ട് വന്നിരിക്കുകയാണ് ഞാൻ. നിങ്ങൾ കളിക്കുന്നത് പോലെ തന്നെ ചതുരംഗ പലകയിലെ കരുക്കളെ കൊണ്ട് കള്ളക്കളികൾ കളിപ്പിച്ച് വിജയം നേടാൻ. അവളുടെ വാക്കുകൾക്ക് വെടിമരുന്നിന്റെ കരുത്തായി തുടങ്ങി. മിസ്റ്റർ ജയശങ്കർ, നിങ്ങൾ ധരിച്ചിരുന്ന അതേ കാക്കി ധരിച്ചിരുന്ന എനിക്ക് നീതി കിട്ടിയില്ല. കള്ളപ്പണക്കാരനും കരിഞ്ചന്തക്കാരനും കൂട്ടിക്കൊടുപ്പുകാരനും ഓശാന പാടുന്ന നിങ്ങളുടെ കാക്കിയുടെ മഹത്വം ഏതായാലും എനിക്ക് വേണ്ട. എന്ന് വെച്ച് ഇനിയും ഈ കാക്കിയുടെ പിൻബലത്തിൽ നിങ്ങളിലെ ക്രിമിനൽ രക്ഷപ്പെടുവാൻ പാടില്ല. കാക്കി ഊരിക്കഴിഞ്ഞാൽ നിങ്ങളിലെ യഥാർത്ഥ മനുഷ്യനെ ഇവിടുത്തെ ജനം തിരിച്ചറിയും. പക്ഷേ വെറുതെ നിങ്ങളുടെ കാക്കി ഊരിക്കാൻ പറ്റില്ലല്ലോ. അതിന് നിങ്ങൾക്കെതിരെ തെളിവുകൾ ഉണ്ടാക്കണം. അതൊക്കെ കാലതാമസമുള്ള ഏർപ്പാടാണ്. അതുകൊണ്ടാണ് ഒരു പുതിയ വഴി കണ്ടെത്താൻ ഞാൻ നിർബന്ധിതയായത്. പറഞ്ഞതും ലേഖ കുതിച്ചു ചാടി. ഒരു പെൺപുലിയെപ്പോലെ കാൽപ്പത്തി ലംബമായി തന്റെ കവളിൽ പടക്കം പൊട്ടുന്ന വച്ചയിൽ അടിവീണപ്പോൾ മാത്രമേ ജയശങ്കർ അറിഞ്ഞുള്ളൂ. എടീ! അലർച്ചയോടെ അയാൾ ഒരു ഭാഗത്തേക്ക് വെച്ചു. ചെവിക്കുള്ളിൽ കടന്നലുകളുടെ മൂളൽ. പിന്നെ വളരെ വേഗത്തിലായിരുന്നു ലേഖയുടെ ചലനങ്ങൾ. പിടിച്ചു നിൽക്കുവാൻ ജയശങ്കർ ഒത്തിരി പാടുപെട്ടു. എങ്കിലും അവസരം കിട്ടിയപ്പോഴൊക്കെ അയാൾ തിരിച്ചടിച്ചു. എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കണം എന്നായിരുന്നു ലേഖയ്ക്ക്.
കാരണം റോഡിലൂടെ ഏതെങ്കിലും വാഹനം വന്നാൽ SP പെട്ടെന്ന് അവളുടെ അടി തടുക്കുകയും അടിവയറ്റിൽ ആഞ്ഞു തൊഴിക്കുകയും ചെയ്തു. വയർ പൊട്ടിപ്പിളരുന്ന വേദന തോന്നിയെങ്കിലും അവർ പല്ല് കടിച്ച് സഹിച്ചു. അവർ പതറിപ്പോയ ഒരു നിമിഷം മതിയായിരുന്നു SP-ക്ക്. അയാൾ അവരുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ച് വട്ടം കറക്കിക്കൊണ്ടലറി. കഴിവറുടെ മോളെ, നീ ആരോടാടി കളിക്കുന്നത്? നല്ല ആണുങ്ങളെ കാണാത്തതിന്റെ കുറവ് ഇന്ന് നിനക്ക് ഞാൻ തീർത്തു തരാമടി. അയാൾ മുടിയിലെ പിടിവിട്ടപ്പോൾ അവർ കറങ്ങിച്ചെന്ന് കാറിന്റെ ബോണറ്റിലേക്ക് കമിഴ്ന്നു. കുതിച്ചെത്തിയ SP അവരുടെ മേലേക്ക് മറിഞ്ഞു. പക്ഷേ ലേഖ തെന്നിമാറി. ജയശങ്കറുടെ മുഖം കാറിന്റെ ബോണറ്റിൽ ഇടിച്ചു. അവിടെ നിന്ന് നീൽക്കാനായി വെട്ടിത്തിരിഞ്ഞ ജയശങ്കറുടെ നെഞ്ചിൽ ലേഖയുടെ കാൽ ആഞ്ഞമർന്നു. കളി നമുക്ക് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാം സാറേ. അവൾ പിന്നിലേക്ക് കൈയിട്ട് ചുരിദാറിനുള്ളിൽ നിന്ന് ഒരു വാൾ വലിച്ചെടുത്തു. പാണ്ടിക്കത്തി പോലെ തോന്നുന്ന ഒന്ന്. അതിന്റെ വായ്ത്തല കാറിന്റെ വെളിച്ചത്തിൽ സ്റ്റീൽ പോലെ തിളങ്ങി. അംഗവൈകല്യമുള്ളവരെ പോലീസിൽ വെച്ച് കൊണ്ടിരിക്കില്ലെന്ന് സാറിന് അറിയാമല്ലോ അല്ലേ? നോ, അയാൾ നിലവിളിച്ചു. ലേഖ, അരുത്. അവരുടെ മുഖം ഒന്നുകൂടി കനത്തു. ഞാനില്ലാത്ത ഡിപ്പാർട്ട്മെന്റിൽ താനും വേണ്ട. ഇത് എന്റെ നീതി, എന്റെ നിയമം. അവൾ വാൾ ഓങ്ങി. ലേഖ, കൊല്ലരുത്. അയാൾ കൈയെടുത്ത് വിലക്കി. കൊല്ലാനോ? അങ്ങനെ ഒരിക്കലും ചെയ്യില്ല ഞാൻ. ചെയ്തുപോയ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുവാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയില്ലെങ്കിൽ അത് ദൈവനിന്ദയാകും. അടുത്ത നിമിഷം ലേഖ വാൾ ആഞ്ഞു വീശി. ആ! ജയശങ്കറുടെ ഹൃദയം പിളരുന്ന നിലവിളി ഇരുളിന്റെ നിശബ്ദതയിലേക്ക് പുളഞ്ഞിറങ്ങി. അയാളുടെ അറ്റുപോയ വലത് കൈ റോഡിൽ കിടന്ന് പിടഞ്ഞു. ചോര ചീറ്റിപ്പടർന്ന് ബോണറ്റിലേക്ക് വീണു. അയാൾ തറയിൽ വീണ് പുളഞ്ഞു. പെട്ടെന്ന് ലേഖ മറച്ചിട്ടിരുന്ന ബൈക്ക് നിവർത്തി സ്റ്റാൻഡിൽ വെച്ചു. പിന്നെ അതിന്റെ ബോക്സിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് ജയശങ്കറുടെ വലത് കൈ അതിനുള്ളിൽ എടുത്തിട്ടു. കവർ ബോക്സിൽ നിക്ഷേപിച്ചു. പിന്നെ അതിൽ നിന്ന് തന്നെ ഒരു കുപ്പി വെള്ളമെടുത്ത് തന്റെ കൈയും വാളിന്റെ പിടിയും കഴുകിയിട്ട് വാൾ അകത്തേക്ക് വലിച്ചെറിഞ്ഞു. എവിടെയോ ഒരു വാഹനത്തിന്റെ ഒച്ച. ഛടുതിയിൽ അവൾ ബൈക്കിൽ പറന്നു വീണു. ഒറ്റച്ചവിട്ടിന് അത് സ്റ്റാർട്ടായി. ഇരുളിന്റെ മാറു പിളർന്ന് ബൈക്ക് പാഞ്ഞുപോയി. പല സ്ഥലങ്ങളിലും ഒരേ നേരത്ത് ഫോൺ ശബ്ദിച്ചു. അതിൽ ഒന്ന് പാർട്ടി ജില്ലാ പ്രസിഡന്റ് പങ്കജാക്ഷന്റെ വീട്ടിലായിരുന്നു. ഓട്ടോ ഡ്രൈവർമാരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പെരുമാറിയതിന്റെയും ചീങ്കണ്ണി പരമുവിന്റെ മനസ്സിലിരുന്ന രഹസ്യം എന്നേക്കുമായി കുഴിച്ചു മൂടിയതിന്റെയും സന്തോഷത്താൽ SP പോയി കഴിഞ്ഞപ്പോൾ 2 ലാർജ് കൂടി അയാൾ അകത്താക്കിയിരുന്നു. എന്നിട്ട് കിടക്കാനായി അങ്ങോട്ട് വന്ന് കിടക്കയിലേക്ക് ഇരുന്നപ്പോഴായിരുന്നു ഫോൺ ശബ്ദിച്ചത്. അയാൾ റിസീവർ എടുത്തു. ഹലോ, ഞാനാ പങ്കജാക്ഷൻ സാറേ, സത്യപാലൻ. ASIയുടെ പരിഭ്രമം നിറഞ്ഞ ശബ്ദം. എന്താ രാത്രിയിൽ? ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. നമ്മുടെ ജയശങ്കർ സാറിന്റെ. പറയൂ. അയാൾ ചാടി എഴുന്നേറ്റു. അദ്ദേഹത്തിന്റെ വലത് കൈ ആരോ വെട്ടിക്കളഞ്ഞു. ഈശ്വര! അലറും പോലെയായിരുന്നു പങ്കജാക്ഷന്റെ ശബ്ദം. ആരാ അങ്ങനെ ചെയ്തത്? ഒന്നും അറിയില്ല. സത്യപാലൻ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു. അബോധാവസ്ഥയിൽ റോഡിൽ കിടന്നിരുന്ന SP-യെ ആ വഴി വന്നവരാണ് കണ്ടത്. അവർ പോലീസിൽ അറിയിച്ചത് മരിച്ചു കിടക്കുകയാണെന്ന് കരുതിയാണ്. പോലീസ് എത്തി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. മുറിച്ചുമാറ്റിയ കൈ കിട്ടിയിട്ടില്ല. തലയിൽ ആരോ ഉലക്ക കൊണ്ടടിച്ചതുപോലെ നിൽക്കുകയായിരുന്നു പങ്കജാക്ഷൻ. സത്യപാലൻ ഫോൺ വെച്ചിട്ടും അയാൾക്ക് റിസീവർ വയ്ക്കുവാൻ കഴിഞ്ഞില്ല. പങ്കജാക്ഷന്റെ അലർച്ചയും ബഹളവും കേട്ടാണ് ഉറങ്ങിക്കിടന്നിരുന്ന ഭാര്യ ഞെട്ടി ഉണർന്നതും അയാളെ തുറച്ചു നോക്കിയതും. എന്തുപറ്റി? എന്താ ഇങ്ങനെ കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കുന്നത്? നിന്റെ തന്ത ചത്തു. അരിശത്തോടെ അയാൾ അലറി. അത് ശരി, ഞാൻ വിചാരിച്ചു കാര്യമായിട്ട് ഏതാണ്ട് ഉണ്ടായെന്ന്. അവർ ബെഡ്ഷീറ്റ് കഴുത്തുവരെ വലിച്ചിട്ട് തിരിഞ്ഞു കിടന്നുറങ്ങി. ഫോൺ വെച്ചിട്ട് പങ്കജാക്ഷൻ പെട്ടെന്ന് ഒരുങ്ങി. അതിനിടെ തന്റെ ഗുണ്ട വിക്ടറെ വിളിക്കുകയും ചെയ്തു യാത്രക്കൊരുങ്ങുവാൻ. പങ്കജാക്ഷൻ പുറത്തു വന്നപ്പോഴേക്കും വിക്ടറും എത്തിക്കഴിഞ്ഞിരുന്നു. ആ നേരത്ത് മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർ SP-യെ തീവ്ര പരിചരണത്തിന് വിധേയമാക്കിയിരുന്നു. ധാരാളം ബ്ലഡ് നഷ്ടപ്പെട്ടിരുന്നതിനാൽ ബ്ലഡ് ബാങ്കിൽ നിന്നും ആവശ്യത്തിനെടുത്തു. അയാളുടെ ഇടതു കൈത്തണ്ടയിലേക്ക് രക്തവും ഗ്ലൂക്കോസും കയറ്റിക്കൊണ്ടിരുന്നു. അറ്റുപോയ കൈ എത്രയും പെട്ടെന്ന് കിട്ടിയെങ്കിലേ തുന്നിച്ചേർക്കാനെങ്കിലും സാധിക്കുകയുള്ളൂ. പോലീസ് അതിനായി സംഭവം നടന്ന സ്ഥലം മുഴുവൻ അരിച്ചു പെറുക്കി. ഇതിനിടെ പത്രക്കാരും TV ചാനലുകാരും എത്തി. SP-ക്ക് ബോധം വീണ്ടു കിട്ടി. ഡോക്ടർമാർ IG-ക്ക് വിവരം കൊടുത്തു. അദ്ദേഹം ആശുപത്രിയിൽ എത്തിയിരുന്നു. IG മഹേന്ദ്രവർമ്മ വേഗം ജയശങ്കറുടെ അടുത്തെത്തി. ജയശങ്കർ, പറയൂ, ആരാണിത് ചെയ്തത്? ആന്ത്രാക്സ്, ലേഖ. അത്രയും പറഞ്ഞതേ അയാളുടെ ബോധം വീണ്ടും മറഞ്ഞു. IG-യുടെ നെറ്റി ചുളിഞ്ഞു. റിമാൻഡ് ചെയ്തിരുന്ന ലേഖയെ നെഞ്ചുവേദനയെ തുടർന്ന് പോലീസ് സംരക്ഷണത്തിൽ ജില്ലാ ഹോസ്പിറ്റലിലെ പ്രത്യേക മുറിയിലേക്ക് മാറ്റിയെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നു. അവിടെ നിന്നും അവൾ പുറത്തു കടന്നോ? അപ്പോൾ തന്നെ ലേഖ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടോ അതോ ചാടിപ്പോയോ എന്ന് തിരക്കാനും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാതിരിക്കാനും വേണ്ടത് ചെയ്തിട്ട്
ഒരു സംഘം പോലീസിനെയും കൂട്ടി IG അവിടേക്ക് യാത്രയായി. ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ CI അനിരുദ്ധന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അവിടെയുണ്ടായിരുന്നു. IG മുന്നിൽ അനിരുദ്ധനും മറ്റു പോലീസുകാരും അറ്റൻഷനായി. സാർ, അവളുണ്ടോ ഇവിടെ ലേഖ? ഉണ്ട് സാർ, ഖമോൺ. IG മഹേന്ദ്രവർമ്മ ആശുപത്രി മുറിയിലേക്ക് നടന്നു. കുറ്റവാളികളെ പാർപ്പിക്കേണ്ടി വന്നാൽ അതിനായി ഇരുമ്പഴികളുടെ വാതിലുള്ള മുറി അവിടെയുണ്ടായിരുന്നു. അതിനുള്ളിലായിരുന്നു ലേഖ. വാതിൽക്കൽ നിന്ന് IG അകത്തേക്ക് നോക്കി. കട്ടിലിൽ പുതപ്പിനടിയിൽ സുഖമായി ഉറങ്ങുന്ന ലേഖ. മുഖം പുറത്ത് കാണാമായിരുന്നു. അല്പനേരം അവിടെ തന്നെ നിന്നിട്ട് ചിന്താഭാരത്തോടെ IG പിന്തിരിഞ്ഞു. അനിരുദ്ധ, സാർ. ലേഖ ഇവിടെ നിന്നും പുറത്തു പോയിട്ടില്ലെന്ന് ഉറപ്പാണല്ലോ? ഷുവർ സാർ. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ലേഖ സാറിനെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ മുതൽ ഈ നിമിഷം വരെ ഞാനും ഈ പോലീസുകാരും ഒരിടത്തേക്ക് മാറിയിട്ടില്ല. മഹേന്ദ്രവർമ്മ തലകുലുക്കി. അഥവാ ഈ പറഞ്ഞത് ഒരിക്കൽ മാറ്റി പറയേണ്ടി വന്നാൽ നിങ്ങൾ പിന്നീട് സർവീസിൽ ഉണ്ടായിരിക്കില്ല സാർ. കാറിന് നേരെ നടക്കുമ്പോൾ IG ഓർത്തു, തന്റെ ജൂനിയറായിരുന്നു ലേഖയെങ്കിലും ഇപ്പോൾ അവൾ കോടതിയുടെ സംരക്ഷണത്തിലാണ്. ഒന്ന് ചോദ്യം ചെയ്യണമെങ്കിൽ പോലും കോടതിയുടെ സഹായമില്ലാതെ പറ്റില്ല. IG മഹേന്ദ്രവർമ്മയും ഒപ്പം വന്ന പോലീസുകാരും മടങ്ങി. അനിരുദ്ധൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചിട്ട് പോലീസുകാരെ നോക്കി. പക്ഷേ ആരും ഒന്നും പറഞ്ഞില്ല. ആ നേരത്ത് ലേഖ ഒരു കണ്ണ് തുറന്നു നോക്കി. അവരുടെ ചുണ്ടിൽ ഒരു ചിരി മിന്നിപ്പൊലിഞ്ഞു. ഇതിനു വേണ്ടി തന്നെയാണ് സബ് ജയിലിൽ വെച്ച് നെഞ്ചിന് വേദന അഭിനയിച്ചത്. അവിടുത്തെ ഡോക്ടർ തന്റെ ഹസ്ബൻഡിന്റെ ക്ലാസ്മേറ്റ്, അയാളുടെ സുഹൃത്ത് ഇവിടുത്തെ ഡോക്ടർ. തന്നെ അഡ്മിറ്റ് ചെയ്യണമെന്ന് ജയിലിലെ ഡോക്ടർ തന്നെയാണ് ഇവിടുത്തെ ഡോക്ടറോട് ഫോണിൽ വിളിച്ച് പറഞ്ഞത്. സെക്യൂരിറ്റിക്ക് അനിരുദ്ധൻ കൂടി എത്തിയതോടെ സർവ്വതും ഭദ്രം. പക്ഷേ കൃത്യം കഴിഞ്ഞുള്ള തിരിച്ചുവരവ് വളരെ സാഹസികമായിരുന്നു. താനിങ്ങെത്തും മുൻപ് അന്വേഷിക്കുവാൻ ആരെങ്കിലും വരുമോ എന്ന് ഭയന്നിരുന്നു. ഭാഗ്യം, അതുണ്ടായില്ല. ജയശങ്കർ സാറിന്റെ വലത് കൈക്ക് വേണ്ടിയുള്ള ഓട്ടത്തിലായിരിക്കും പോലീസുകാർ. പക്ഷേ താനാണ് കൃത്യം നടത്തിയതെന്ന് ജയശങ്കർ സാർ പറയുമ്പോൾ നിയമത്തിന് തന്നെ ഒന്നും ചെയ്യുവാൻ കഴിയില്ലെങ്കിലും പങ്കജാക്ഷനും മറ്റും അടങ്ങിയിരിക്കുമോ? അടുത്തയാഴ്ച വീണ്ടും പ്രേമചന്ദ്രന്റെ വീട്ടിലെ അതിക്രമങ്ങളുടെ കേസ് വിളിക്കും. SI രമേശ് ചന്ദ്രൻ മൊഴിമാറ്റി പറയാമെന്ന് സമ്മതിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ശത്രുക്കൾ പ്രേമചന്ദ്രന്റെ മക്കളെ കോടതിയിൽ എത്താൻ സമ്മതിക്കുമോ? ലേഖ അങ്ങനെ സംശയിക്കുമ്പോൾ പ്രേമചന്ദ്രന്റെ വീട്ടിൽ ഉറങ്ങാതെ കുത്തിയിരിക്കുകയായിരുന്നു യദുരാമനും ഋഷിയും. വീടിനുള്ളിൽ വെളിച്ചം ഇല്ലായിരുന്നെങ്കിലും നിത്യമോൾ ഒഴികെ മറ്റാരും ഉറങ്ങിയിരുന്നില്ല. കനത്ത നിശബ്ദതയിലേക്ക് ഇടയ്ക്കിടെ ഉയരുന്ന ദീർഘനിശ്വാസങ്ങൾ. ഇന്നിനി അവര് വരുമെന്ന് തോന്നുന്നില്ല, ഋഷി പിറുപിറുത്തു. യദുരാമൻ അമർത്തിയൊന്ന് മൂളിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. പ്രേമചന്ദ്രനും അമൃതയും വിനയും ഒക്കെ കാതുകൾ കൂർപ്പിച്ച് കിടക്കുകയാണ്. എവിടെയെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ മൂവരും ഞെട്ടിപ്പിടയും. വിനയയുടെ മനസ്സിലേക്ക് പഴയ ആ രാത്രി കടന്നു വന്നു. തനിക്കുള്ളതെല്ലാം നഷ്ടമായ രാത്രി. വാവച്ചനും ഗോപിനാഥും ഹരിലാലും ഉൾപ്പെട്ട സംഘം ഇവിടെ താണ്ഡവമാടിയ രാത്രി. അതുപോലെ എല്ലാവിധ കരുതലോടെയും അവർ ഇന്നും വന്നാൽ അതേക്കുറിച്ചോർത്തപ്പോൾ തന്നെ വിനയ ഒന്ന് തേങ്ങി. അമൃത അത് കേട്ടു. എത്രയും വേഗം നേരമെന്ന് പുലർന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് മാത്രമേ അവർ ആഗ്രഹിച്ചുള്ളൂ. സമയം എന്തായി കാണും? പെട്ടെന്ന് ചില ബൈക്കുകളുടെ ശബ്ദം കേട്ടു. യദുരാമനും ഋഷിയും ചാടി എണീറ്റു. കരുതി വെച്ചിരുന്ന ആയുധങ്ങൾ എടുത്തു. മക്കളെ! ഇരുളിൽ തപ്പിത്തടഞ്ഞ് പ്രേമചന്ദ്രൻ അവർക്കടുത്തെത്തി. അച്ഛനും അമ്മയുമൊക്കെ നേരത്തെ ഞങ്ങൾ പറഞ്ഞ സ്ഥാനങ്ങളിലേക്ക് മാറി നിൽക്കണം. ഇരുട്ടിൽ ഇടയിൽ വന്ന് കയറരുത്. ഒന്നും ശ്രദ്ധിക്കാനുള്ള സാവകാശം ഞങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. യദുരാമൻ പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാനാവാതെ പ്രേമചന്ദ്രന് പിൻവാങ്ങാനേ കഴിഞ്ഞുള്ളൂ. ഋഷി ജനൽപ്പാളി വഴി നോക്കി. 3 ബൈക്കുകൾ ചീറിപ്പാഞ്ഞു വരുന്നത് കണ്ടു. വന്ന വേഗതയിൽ തന്നെ അവ പ്രേമചന്ദ്രന്റെ വീട്ടുമുറ്റത്തേക്ക് കയറുകയായിരുന്നു. പെട്ടെന്ന് ബൈക്കും അതിൽ ഇരുന്നവരും കൂടി ഭൂമി പിളർന്നു മാറിയതുപോലെ താഴേക്ക് പോയി. അവരുടെ അലർച്ചയും ബൈക്കുകളുടെ വല്ലാത്ത ഇരമ്പലും ഭൂമിക്കുള്ളിൽ നിന്നും മുഴങ്ങി. അധ്യായം 21. ആ രാത്രി പ്രേമചന്ദ്രന്റെ വീട്ടിൽ ആരും ഉറങ്ങിയില്ല. ഋഷിയും യദുരാമനും 2 ജനാലകൾക്ക് പിന്നിൽ നിന്ന് വീടിന് മുൻഭാഗവും പിൻഭാഗവും ശ്രദ്ധിക്കുകയായിരുന്നു. നേരം പുലർന്നു തുടങ്ങി. ഒന്ന് പോയി നോക്കട്ടെ ഏട്ടാ. ഋഷി യദുരാമന്റെ അടുത്ത് ചെന്ന് ആവേശത്തോടെ നോക്കി. വരട്ടെ, ആരെങ്കിലുമൊക്കെ ആദ്യം സംഗതി കണ്ടിട്ട് നമ്മൾക്ക് അങ്ങോട്ട് പോയാൽ മതി. ജനാലയ്ക്ക് പിന്നിൽ നിന്ന് റോഡ് റമ്പത്തേക്ക് നോക്കിയാൽ ഒന്നും കാണാൻ കഴിയില്ലായിരുന്നു താനും. പോലീസ് വരുമോ മോനെ? അമൃത യദുരാമന്റെ അടുത്തെത്തി. വരട്ടെ. നമ്മൾ ആരെയും ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അവന് യാതൊരു കൂസലുമില്ല. നേരം അല്പം കൂടി പുലർന്നു. പടിക്കൽ ആരൊക്കെയോ ഉച്ചത്തിൽ സംസാരിക്കുന്നത് കേട്ട് പ്രേമചന്ദ്രൻ ഭിത്തിക്ക് മറിഞ്ഞു നിന്ന് അങ്ങോട്ട് നോക്കി. വടക്കേ വീട്ടിലെ അലക്സാണ്ടറും മറ്റുമാണ്. ഇനി നമുക്കിറങ്ങാം.
പറഞ്ഞുകൊണ്ട് യദുരാമൻ വാതിൽ തുറന്ന മുറ്റത്തിറങ്ങി. ഉറക്കം കഴിഞ്ഞ് എണീറ്റ് വരുന്നത് പോലെ കൈകൾ നീട്ടിക്കുടഞ്ഞ് കോട്ടുവായിട്ടു. പിന്നെ വിളിച്ചു ചോദിച്ചു, എന്താ അലക്സാണ്ടർ അച്ചായ അവിടെ? അലക്സാണ്ടർ അവനെ നോക്കിയെങ്കിലും മറുപടി പറഞ്ഞില്ല. അപ്പോഴേക്കും ബാക്കിയുള്ളവരും മുറ്റത്തേക്കിറങ്ങി കഴിഞ്ഞിരുന്നു. യദുരാമൻ റോഡ് വക്കത്തേക്ക് നടന്നു. പിന്നാലെ മറ്റുള്ളവരും. അയ്യോ, അങ്ങെത്തിയ നിത്യമോൾ മൂക്കത്ത് വിരൽ വെച്ചുപോയി. അത്തരമൊരു കാഴ്ചയായിരുന്നു അത്. റോഡിൽ നിന്നും വീട്ടിലേക്ക് കയറുന്ന ഭാഗത്ത് ഏതാണ്ട് 4 മീറ്ററോളം നീളത്തിലും 1 മീറ്റർ വീതിയിലും 2 മീറ്റർ താഴ്ചയിലും വലിയൊരു കുഴി. അതിനുള്ളിൽ ഉച്ചുകുത്തിയും ചരിഞ്ഞും കിടക്കുന്ന 3 ബൈക്കുകൾ. കുഴിക്കുള്ളിൽ ചപ്പ് ചവറുകൾ, ആയുധങ്ങൾ. പെട്രോളിന്റെ ഗന്ധം യദുരാമൻ ശ്രദ്ധിച്ചു. ബൈക്കുകൾ മാത്രമേയുള്ളൂ, ആളുകളെയൊന്നും കാണാനില്ല. എല്ലാം മനസ്സിലായ ഭാവത്തിൽ അലക്സാണ്ടർ പ്രേമചന്ദ്രനെയും മക്കളെയും നോക്കി. ഇതാരായി പണി കാണിച്ചത്? മതില് കെട്ടാനെടുത്ത കുഴിയിൽ ബൈക്ക് കൊണ്ടിട്ട് പോയത്? ഋഷി ആഹ്ലാദം ഉള്ളിലൊതുക്കിക്കൊണ്ട് പറഞ്ഞു. അതിനും ആരും മറുപടി നൽകിയില്ല. വാർത്ത കാറ്റിന്റെ വേഗതയിൽ മണപ്പള്ളി മുഴുവൻ പരന്നു. രാവിലെ തന്നെ ആളുകൾ ഒറ്റയ്ക്കും കൂട്ടമായും എത്തി. ബൈക്കുകളുടെ നമ്പർ ശ്രദ്ധിച്ചവർ അത് വാവച്ചന്റെയും ഹരിലാലിന്റെയും ഗോപിനാഥിന്റെയുമാണെന്ന് തിരിച്ചറിഞ്ഞു. പക്ഷേ അവരെവിടെ? ആളുകൾ നെറ്റിച്ചുളിച്ചു. ഒരു വാഹനത്തിന്റെ ശബ്ദം. പോലീസ് വരുന്നു, ആരോ പറഞ്ഞു. പ്രേമചന്ദ്രൻ ഭാര്യയെയും പെൺമക്കളെയും നോക്കി. നിങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കോളൂ. അമൃതയും വിനയയും നിത്യമോളും പിൻവാങ്ങി. പോലീസ് ജീപ്പ് വന്ന് ബ്രേക്കിട്ടു. അതിൽ നിന്ന് CI അനിരുദ്ധനും ASI സത്യപാലനും പോലീസുകാരും ഇറങ്ങി. അവർ എല്ലാം നോക്കിക്കണ്ടു. എന്താ ഉണ്ടായത്? അനിരുദ്ധൻ പ്രേമചന്ദ്രനെ അടുത്ത് വിളിച്ചിട്ട് തിരക്കി. അതറിയില്ല സാർ. കുട്ടികൾ ഇന്നലെ ഇവിടെ കുഴിയെടുത്തു. മതിൽ കെട്ടുമെന്നും പറഞ്ഞു. പിന്നെ രാവിലെ കാണുന്നത് ഇതാണ്. അനിരുദ്ധൻ ഗൂഢമായി പുഞ്ചിരിച്ചുകൊണ്ട് തലയനക്കി. ആരാണ് കുഴിയിൽ വീണവരെന്ന് അറിയാമോ? ഇല്ല സാർ. പക്ഷേ ASI സത്യപാലൻ യദുരാമന് നേരെ തട്ടിക്കയറി. നീ മനഃപൂർവ്വമല്ലേടാ കുഴിയെടുത്തത്? അല്ലാതെ പിന്നെ ഇങ്ങനെ ചെയ്യാൻ എനിക്ക് ബുദ്ധിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ സാറേ. ചെളിവെള്ള മുഖത്ത് വീണതുപോലെ സത്യപാലൻ വിളറി. ആളുകൾ കേട്ടു നിൽക്കുന്ന സ്ഥിതിക്ക് വിട്ടുകളയാനാവില്ലല്ലോ. മതില് കെട്ടാൻ ഇത്രയും താഴ്ചയും വീതിയും എന്തിനാടാ? എത്ര വേണമെന്ന് തീരുമാനിക്കുന്നത് കാശ് മുടക്കുന്നവനല്ലേ സാറേ. പിന്നെ സ്ട്രോങ് ആയിക്കോട്ടെ എന്ന് ഞങ്ങൾ കരുതി. ഇനി എന്ത് ചോദിക്കും എന്നറിയാതെ സത്യപാലൻ കുഴങ്ങി. ഒരു നിമിഷം കഴിഞ്ഞ് അയാൾ പറഞ്ഞു, പക്ഷേ കിട്ടിയിരിക്കുന്ന പരാതി അങ്ങനെയല്ലടാ. നീ വീണ്ടും അകത്തേക്ക് പോകും. കുഴിയെടുത്തിട്ട് അതിനു മുകളിൽ കമ്പും ചപ്പും ചവറുകളും നിരത്തി മണ്ണിട്ടിരിക്കുകയല്ലായിരുന്നോ നീ? എന്തിന്? യദുരാമന്റെ ഭാവം മാറിത്തുടങ്ങി. സാറേ, പണ്ടൊക്കെ ഞങ്ങളെ കാര്യമില്ലാതെ ഒത്തിരി ദ്രോഹിച്ചിട്ടുള്ളവനാ സാറ്. പക്ഷെ ഇത്തവണ വേല കയ്യിലിരിക്കട്ടെ. ആരെയും വിളിച്ചോണ്ട് വന്ന് ഞങ്ങൾ ഇതിനകത്ത് തള്ളിയിട്ടിട്ടില്ല. റോഡിൽ നിന്ന് 3 മീറ്റർ അകത്ത് മാറ്റിയാണ് കുഴിയെടുത്തത്. പിന്നെങ്ങനെ ഈ ബൈക്കുകൾ ഇതിനുള്ളിൽ വന്നു? ആയുധങ്ങൾ വന്നു? ഇതിന്റെയൊക്കെ ഉത്തരം ഇത് കൊണ്ടിട്ടവരോട് പോയി ചോദിക്ക്. എടാ, കൈ നിവർത്തി ഒറ്റ അടിയായിരുന്നു സത്യപാലൻ. പക്ഷേ മിന്നൽ പോലെ അവൻ തെന്നിമാറി. സാറേ, കുറച്ചു ദിവസമാണേലും ജയിലിൽ കിടന്നവനാ ഞാൻ, അതും കൊലക്കേസിലെ പ്രതിയായിട്ട്. എങ്കിൽ ഇതും കൂടി കേട്ടോ. മനഃപൂർവ്വം ഞാനൊരുക്കി കെണിയായത്. രാത്രിയിൽ ഈ ബൈക്കുകാരെന്തിനാ എന്റെ വീട്ടിലേക്ക് വന്നത്? അവന്മാരുടെ അമ്മമാരെ ഇങ്ങോട്ട് 2ാം കെട്ട് നടത്തി വിട്ടോ? പട്ടിക്കഴിവേറുടെ മോനെ. വീണ്ടും അവനെ അടിക്കാനായി സത്യപാലൻ മുന്നോട്ടാഞ്ഞു. തൊട്ടുപോകരുതന്നെ. കൈ ചൂണ്ടി അവൻ അലറി. തല്ലാനും കൊല്ലാനും തയ്യാറാ ഞാൻ. അതിന് പോലീസാണെന്നൊന്നും ഇനി നോക്കത്തില്ല ഞാൻ. അവന്റെ ആ ഭാവത്തിനു മുന്നിൽ പതറിപ്പോയി സത്യപാലൻ. അപ്പോഴേക്കും CI അനിരുദ്ധൻ ഇടപെട്ടു. യദു, മൈൻഡ് യുവർ വേർഡ്സ്. സോറി സാർ. അയാൾ സത്യപാലന് നേരെ തിരിഞ്ഞു. ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഞാനായിക്കോളാം. ബൈക്കുകൾ അവരുടേത് തന്നെയാണോ എന്ന് ക്ലിയർ ചെയ്താൻ. സാർ, ഏതാണ്ട് 2 മണിക്കൂർ കഴിഞ്ഞാണ് പോലീസ് മടങ്ങിയത്. ഒരു ടെമ്പോയിൽ ബൈക്കുകൾ അവിടെ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. അതിനിടെ അനിരുദ്ധനിൽ നിന്ന് പ്രേമചന്ദ്രനും മറ്റും വിവരങ്ങൾ അറിഞ്ഞിരുന്നു. ഗോപിനാഥും വാവച്ചനും ഹരിലാലും അടക്കം 6 പേരാണ് ബൈക്കിൽ വന്നത്. പക്ഷേ 2 പേർക്ക് അല്പം സീരിയസ് ആണ്. മറ്റുള്ളവർക്ക് ഫസ്റ്റ് എയ്ഡിന് ശേഷം രാത്രി തന്നെ ഹോസ്പിറ്റൽ വിട്ടു. എങ്കിലും കേസുണ്ടാവില്ലെന്ന് തീർത്ത് പറയാനാവില്ല. സൂക്ഷിക്കണം. സ്റ്റേഷനിലെത്തിയ ഉടൻ അനിരുദ്ധന് IG-യുടെ ഫോൺ വന്നു. അവരെ അറസ്റ്റ് ചെയ്തോ? സാർ, ഇല്ല. വൈ സോ? സർ, ആ കുഴി അവരുടെ പുരയിടത്തിലാണ്. ബൈക്കിൽ ചെന്നവർ അവിടെ എന്തിനു ചെന്നെന്ന് അവർ നമുക്ക് മൊഴി തന്നിട്ടുമില്ല. അതിപ്രധാനമായ എന്തോ കാര്യത്തിനാണെന്ന് അവർ പറഞ്ഞല്ലോ. അങ്ങനെ വിശ്വസിക്കാനാവില്ല സാർ. കാരണം ഇരുകൂട്ടരും തമ്മിൽ ബദ്ധശത്രുതയിലാണ്. ഒന്നിലധികം കേസുകളുമുണ്ട്. IG മഹേന്ദ്രവർമ്മ ഒന്ന് മൂളി. പിന്നെ ഫോൺ വെച്ചു. മുകളിൽ നിന്ന് ശക്തമായ പ്രഷർ ഉണ്ടായിട്ടാണ് IG അങ്ങനെ ചോദിച്ചതെന്ന് അനിരുദ്ധന് അറിയാം. കാക്കിയോട് കൂറുള്ളയാളാണ് അദ്ദേഹം. അനിരുദ്ധൻ ഫോൺ വെച്ചതും വീണ്ടും ബെല്ലടിക്കാൻ തുടങ്ങി. അയാൾ അറ്റൻഡ് ചെയ്തു. ഞാനാ പങ്കജാക്ഷൻ. അപ്പുറത്തു നിന്നും ശബ്ദം.
പറയൂ, അനിരുദ്ധൻ ശാന്തത ഭാവിച്ചു. ഇന്നലെ താൻ ആ ആന്ത്രാക്സിനെ കൂട്ടുനിന്ന് SP-യുടെ കൈ വെട്ടിച്ചു. ഇന്ന് ആ തെണ്ടികളുടെ കൂടെ ചേർന്ന് അവരെ രക്ഷിക്കാൻ ശ്രമിച്ചു അല്ലേ? മിസ്റ്റർ പങ്കജാക്ഷൻ, എന്റെ ഡ്യൂട്ടി താൻ എന്നെ പഠിപ്പിക്കണ്ട. തനിക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആവാം. പറയാനുള്ളത് ഇത് മാത്രം. സന്ധ്യയ്ക്ക് മുമ്പ് എന്റെ പിള്ളേരെ ചതിച്ചവരെ താൻ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ. ഇല്ലടോ, എനിക്ക് മനസ്സില്ല. താൻ എന്ത് കോപ്പാന്ന് വെച്ചാൽ കാണിക്ക്. അമർഷത്തോടെ അനിരുദ്ധൻ റിസീവർ ക്രാഡിലേക്കിട്ടു. രക്ഷയില്ല. നമുക്ക് ജോലിയുണ്ടാക്കിയേ ആ കഴിവേറി മോൻ അടങ്ങൂ. ഫോൺ വയ്ക്കുന്നതിനിടയിൽ തന്റെ മുന്നിലുണ്ടായിരുന്ന ത്രിമൂർത്തികളെ നോക്കി പങ്കജാക്ഷൻ പറഞ്ഞു. ഇനി നമുക്കാദ്യം ചെയ്യേണ്ടത് അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയാ. വാവച്ചനും ഗോപിനാഥും ഹരിലാലും മുഖാമുഖം നോക്കി. 3 പേർക്കും മുറിവുകളും വെച്ചുകെട്ടുകളും ഉണ്ടായിരുന്നു. പ്രസിഡന്റ് പറ, ഏത് രീതിയിൽ വേണം നമ്മൾ നീങ്ങേണ്ടത്? ഗോപിനാഥ് തിരക്കി. പറഞ്ഞു തരാം. ഏതായാലും ഒരു കൃത്യം നടക്കുമ്പോഴും നിങ്ങൾ സ്ഥലത്തുണ്ടാവരുത്. അതിന് വേണ്ടത് ഞാൻ ചെയ്യാം. തുടർന്ന് അയാൾ തന്ത്രങ്ങൾ അവതരിപ്പിച്ചു. ആ നേരത്ത് തന്റെ ഓഫീസിൽ നിന്നും പുറത്തേക്കിറങ്ങുകയായിരുന്നു CI അനിരുദ്ധൻ. പങ്കജാക്ഷന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമെന്ന് അയാൾക്കറിയാം. ഏതായാലും ഇതിന്റെ പേരിൽ താൻ യദുരാമനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ മുകളിൽ നിന്ന് ഇനിയൊരു ചോദ്യം ഉണ്ടാകുകയാണെങ്കിൽ പിടിച്ചു നിൽക്കുവാൻ തനിക്ക് ചില രേഖകൾ വേണം. 2 പോലീസുകാരെയും കൂട്ടി അയാൾ നേരെ ത്രിമൂർത്തികളുടെ ഒപ്പം ഉണ്ടായിരുന്നവരെ അഡ്മിറ്റ് ചെയ്തിരുന്ന ഹോസ്പിറ്റലിലെത്തി. ഒരുത്തന്റെ നട്ടെല്ലിന് കാര്യമായ ക്ഷതം ഏൽക്കുകയും വലതുകാൽ ഒടിയുകയും ചെയ്തിരുന്നു. രണ്ടാമന് തലയ്ക്കാണ് പരിക്ക്. ഇപ്പോഴും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. സുബോധമുണ്ടായിരുന്ന ഷൈജു എന്ന ചെറുപ്പക്കാരനെ അനിരുദ്ധൻ ചോദ്യം ചെയ്തു. തങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത് വാവച്ചനും ഗോപിനാഥും ഹരിലാലുമാണെന്നും യദുരാമന്റെ കുടുംബത്തെ ആക്രമിക്കുകയായിരുന്നു ലക്ഷ്യമെന്നും അവൻ സമ്മതിച്ചു. നിർധനരായ ഷൈജുവിന്റെ മാതാപിതാക്കൾ CAയ്ക്ക് മുന്നിൽ നിന്ന് കണ്ണീർ വാർത്തു. ഒറ്റയൊരു മോനായിരുന്നു സാറേ. കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? അവന്മാരുടെ കൂടെ പോകരുതെന്ന് ഞങ്ങൾ എത്ര വട്ടം പറഞ്ഞിട്ടുള്ളതാണെന്ന് അറിയാമോ? അമ്മ നെഞ്ചത്തടിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അതുകൂടി കണ്ടപ്പോൾ ഷൈജു കണ്ണടച്ചു കളഞ്ഞു. ഷൈജുവിന്റെ സ്റ്റേറ്റ്മെന്റും വാങ്ങിയാണ് അനിരുദ്ധൻ മടങ്ങിയത്. പിന്നീട് ഒത്തിരി ജോലിയുണ്ടായിരുന്നു സ്റ്റേഷനിൽ. എല്ലാം കഴിഞ്ഞപ്പോൾ നേരം സന്ധ്യ കഴിഞ്ഞു. അവിടെ നിന്ന് നേരെ ലേഖയുടെ അടുത്തേക്കാണ് പോയത്. ക്വാർട്ടേഴ്സിലേക്ക് തിരിക്കുമ്പോൾ 9 മണി. തിരക്കേറിയ റോഡിലൂടെ ജീപ്പ് ഓടിച്ചു പോയി. അവിടെ എത്തി സിറ്റൗട്ടിലെ ലൈറ്റിട്ടു. കീശയിൽ നിന്നും കീ എടുത്ത് താടിനുള്ളിലേക്ക് കടത്താൻ ശ്രമിച്ചു. കഴിയുന്നില്ല. അനിരുദ്ധൻ നെറ്റിച്ചുളിച്ചു. താക്കോൽ ദ്വാരത്തിൽ എന്തൊക്കെയോ കുത്തിത്തിരുകി വെച്ചിരിക്കുന്നത് കണ്ടു. അനിരുദ്ധന് അപകടം മണത്തു. സംശയത്തോടെ ചുറ്റും നോക്കിയിട്ട് തിരികെ വന്ന് അയാൾ ജീപ്പിൽ കയറി. ജീപ്പ് തിരികെ റോഡിലേക്കിറങ്ങിയതും കഴുത്തിലൊരു കത്തിയുടെ വായ്ത്തല മുട്ടി. അയാളുടെ കാൽ ബ്രേക്കിൽ അമരും മുമ്പ് പിന്നിൽ നിന്ന് ആജ്ഞ വന്നു. വേണ്ട സർക്കിളെ, നേരെ വിട്ടോ. ഈ കത്തിയുടെ മൂർച്ചയെക്കുറിച്ച് പറയേണ്ടായിരിക്കുമല്ലോ. അനിരുദ്ധന്റെ കാൽ ആക്സിലേറ്ററിലേക്ക് നീങ്ങി. റിയർവ്യൂ മിററിലൂടെ നോക്കിയിട്ടും പിന്നിലിരിക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. ഇടത്തേക്ക്, വലത്തേക്ക്. പിന്നിലിരുന്ന മനുഷ്യൻ നിർദ്ദേശിച്ചു കൊണ്ടിരുന്നു. അനിരുദ്ധൻ വിയർത്തു തുടങ്ങി. ആ യാത്ര സമാപിച്ചത് സെമിത്തേരിക്ക് മുന്നിൽ. ഇവിടെയാകുമ്പോൾ അല്ലറ ചില്ലറ ശബ്ദങ്ങൾ കേട്ടാലും ആരും വരത്തില്ല സർക്കിളെ. പിന്നിലിരുന്ന മനുഷ്യൻ പതിയെ ചിരിച്ചു. പ്രേതങ്ങളുടെ മിമിക്സ് പരേഡാണെന്ന് ആളുകൾ കരുതിക്കോളും. പെട്ടെന്ന് ഒരാൾ വന്ന് ഗേറ്റ് തുറന്നു. അകത്തേക്ക് വിട്ടോ. അനിരുദ്ധൻ ജീപ്പ് അകത്ത് കയറ്റിയതോടെ പിന്നിൽ ഗേറ്റ് അടഞ്ഞു. റോഡിൽ നിന്നാൽ കാണാത്ത ഒരു ഭാഗത്ത് അയാൾ ജീപ്പ് നിർത്തിച്ചു. ലൈറ്റുകൾ അണഞ്ഞു. പെട്ടെന്ന് കല്ലറയ്ക്ക് പിന്നിൽ നിന്ന് ഉയർന്നു വന്ന വെളുത്ത രൂപം മങ്ങിയ വെളിച്ചത്തിലും അനിരുദ്ധൻ തിരിച്ചറിഞ്ഞു. പങ്കജാക്ഷൻ. അയാളൊന്ന് കൈ ഞൊടിച്ചതേയുള്ളൂ. ഒരു സംഘം ആളുകൾ ജീപ്പ് വളഞ്ഞു. മോനെ അനിരുദ്ധ, വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണമെന്ന് എനിക്ക് നിർബന്ധമാ, പങ്കജാക്ഷൻ പറഞ്ഞു. ഞങ്ങൾക്കും. ആ പറഞ്ഞത് ത്രിമൂർത്തികളിൽ ഒരാളായിരുന്നു. ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്നാട്ടെ സാറേ. ഒന്ന് മടിച്ചിരുന്നിട്ട് അനിരുദ്ധൻ പുറത്തേക്കിറങ്ങി. കഴുത്തിലെ കത്തി മാറ്റാതെ കമ്പിക്ക് മുകളിലൂടെ പിന്നിലിരുന്ന ആളും ഇറങ്ങി. പങ്കജാക്ഷന്റെ വിശ്വസ്ത ഗുണ്ട വിക്ടർ. രാത്രി നടുങ്ങി നിന്നു. ഭീകരമായതെന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ സെമിത്തേരിയിലെ വൃക്ഷങ്ങളിലിരുന്ന് മൂങ്ങകൾ നീട്ടിമൂളി. രാത്രി നടുക്കം പിറ്റേ പ്രഭാതത്തിന് കൈമാറി. സെമിത്തേരിയിൽ. അധ്യായം 22. രാവിലെ 7 മണിയോടുകൂടി പള്ളിയിൽ കൂട്ടമണി മുഴങ്ങുന്നത് കേട്ടപ്പോൾ എന്തോ അത്യാഹിതമുണ്ടെന്ന് ആളുകൾ തിരിച്ചറിഞ്ഞു. അവർ പള്ളിമുറ്റത്തേക്ക് ഓടിയെത്തി. കപ്പിയർ അന്തോണി സെമിത്തേരിയിലേക്ക് കൈ ചൂണ്ടി. ആളുകൾ അങ്ങോട്ട് ഓടിച്ചെന്നു. അവിടെ കണ്ടത് ഒരു കല്ലറയ്ക്ക് മുകളിൽ ചോരയിൽ കുളിച്ച് ഒരാൾ. കാക്കി യൂണിഫോം കീറി പറഞ്ഞിരുന്നു.
ആളെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ മുഖം പോലും ചതഞ്ഞിരിക്കുകയാണ്. കൈകൾ രണ്ടും കല്ലറക്കിരുഭാഗത്തേക്കും വാഴത്തടകൾ പോലെ തൂങ്ങിക്കിടക്കുന്നു. മീശയും തലമുടിയും പകുതി വീതം മുറിച്ചു കളഞ്ഞിട്ടുണ്ട്. സർക്കിൾ ഇൻസ്പെക്ടർ അനിരുദ്ധൻ സാറല്ലേ ഇത്? ആളുകളിൽ ആരോ അയാളെ തിരിച്ചറിഞ്ഞു. അതോടെ ആളുകളുടെ നാവിൽ നിന്ന് ചില ശബ്ദങ്ങൾ പുറത്തു വന്നു. അപ്പോഴേക്കും പള്ളിമേടയിൽ നിന്ന് വിവരം അറിയിച്ചതിനനുസരിച്ച് പോലീസ് പാഞ്ഞെത്തി. അവരാണ് അയാൾ മരിച്ചിട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞത്. വേഗം അനിരുദ്ധനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പോലീസുകാർക്കിപ്പോൾ ചീത്തക്കാലമാണെന്ന് തോന്നുന്നു. അന്തോണി പെറുപെറുത്തു. കഴിഞ്ഞ ദിവസം SP-യെ, ഇപ്പോൾ CA-യെ. സർപ്പത്തെയും നീർക്കോലി കടിക്കാൻ തുടങ്ങിയോ കർത്താവേ? അയാൾ കുരിശ് വരച്ചു. എന്നാൽ പ്രേമചന്ദ്രനും കുടുംബത്തിനും സംശയമുണ്ടായിരുന്നു. പങ്കജാക്ഷനും മറ്റും ചേർന്നായിരിക്കും ഇങ്ങനെ ചെയ്തതെന്ന്. അതേ സംശയം DYSP ലേഖയ്ക്കും ഉണ്ടായി. പക്ഷേ അനിരുദ്ധന് സുബോധം വീണ്ടു കിട്ടാതെ ഒന്നും അറിയാനാവില്ലല്ലോ. അയാൾ ഉപയോഗിച്ച ജീപ്പാണെങ്കിൽ അടുത്ത ജില്ലയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. അതോടെ കുറ്റവാളികൾ ജില്ല വിട്ടുപോയി എന്നൊരു സംശയം പോലീസിന് ഉണ്ടാകാതിരുന്നില്ല. മരിച്ചുവെന്ന് കരുതിയ അനിരുദ്ധനിൽ ജീവന്റെ അംശം ഇനിയും ബാക്കി നിൽക്കുന്നു എന്നത് പങ്കജാക്ഷനും മറ്റും ഒരിക്കലും വിശ്വസിക്കാവുന്ന കാര്യമായിരുന്നില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ പങ്കജാക്ഷൻ സാറേ? പങ്കജാക്ഷന്റെ വീട്ടിൽ അയാളുടെ പേഴ്സണൽ റൂമിൽ ഇരുന്ന് ഗോപിനാഥ് തിരക്കി. അവന്റെ ഒപ്പം വാവച്ചനും ഹരിലാലും ഉണ്ടായിരുന്നു. അനിരുദ്ധൻ മരിച്ചിട്ടില്ല എന്നതറിഞ്ഞ് ഓടിപ്പാഞ്ഞ് വന്നിരിക്കുകയാണ് മൂവരും. തന്റെ എക്സിക്യൂട്ടീവ് ചെയറിൽ പിന്നോട്ടാഞ്ഞിരുന്ന് കാലുകൾ വിറപ്പിച്ചു പങ്കജാക്ഷൻ. പിന്നെ മൂവരെയും നോക്കി പറഞ്ഞു, കുഴപ്പമുണ്ടാകും. കാരണം നമ്മളെയെല്ലാം അവൻ ശരിക്ക് കണ്ടതാണല്ലോ. അപ്പോഴിനി എന്തു ചെയ്യും? വാവച്ചന്റെ ശബ്ദത്തിൽ വേവലാതി നിറഞ്ഞു. പോലീസിൽ കുറെ പേരൊക്കെ നമ്മുടെ കൂടെയുമുണ്ടല്ലോ. ആ നിലയ്ക്ക് അനിരുദ്ധന്റെ നാവ് ചലിക്കാതെ നോക്കണം. ഇന്നലെ ഭാഗ്യം അവന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും ഇനി അതുണ്ടാവണമെന്നില്ലല്ലോ. ആ പറഞ്ഞതിന്റെ പൊരുൾ മൂവർക്കും മനസ്സിലായി. ആശുപത്രിയിൽ കയറി കൊല്ലുന്നത് അത്ര എളുപ്പമാണോ? പോലീസ് കാവലുണ്ട്. പോലീസ് കാവലുണ്ടായിരുന്നിട്ടും നിന്റെ അച്ഛൻ മരിച്ചില്ലേ? ആ ചോദ്യത്തിനു മുന്നിൽ ഗോപിനാഥ് പരുങ്ങി. തൽക്കാലം നിങ്ങൾക്ക് പോകാം. പങ്കജാക്ഷൻ ആർക്കോ ഫോൺ ചെയ്യാൻ വേണ്ടി റിസീവർ എടുത്തപ്പോൾ മൂവരും പുറത്തേക്കിറങ്ങി. ICUവിലായിരുന്നു അനിരുദ്ധൻ. ഓക്സിജന്റെ മാസ്ക് പിടിപ്പിച്ചിട്ടുണ്ട്. ഡോക്ടർമാർക്ക് ഒരു ഉറപ്പ് പറയുവാൻ കഴിയുന്നില്ല. അനിരുദ്ധന്റെ സഹോദരനും മാതാപിതാക്കളും എത്തിയിട്ടുണ്ട്. അയാളുടെ കയ്യുകൾ കൊണ്ടിനി പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല ഡോക്ടേഴ്സിന്. ഇനി ജീവിച്ചാൽ തന്നെ ആ കൈ ഉയർത്തുവാൻ കഴിയില്ല അനിരുദ്ധന്. അസ്ഥികൾ തല്ലി പൊടിച്ചിരിക്കുകയാണ്. കാലുകൾക്ക് അത്രയും പ്രശ്നമില്ല. 4 or 5 ഒടിവുകൾ വീതം. രമേശ് ചന്ദ്രൻ അങ്ങോട്ട് വന്നു. കഴിഞ്ഞ ദിവസമാണ് അയാൾ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയത്. സസ്പെൻഷനിലാണെങ്കിലും അയാളെ കണ്ട് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ സല്യൂട്ട് നൽകി. രമേശ് ചന്ദ്രൻ ഒന്ന് ചിരിച്ചു. ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണമെന്നില്ല, എന്നാലും പറയുകയാണ്. അനിരുദ്ധൻ സാറിന്റെ ജീവന് വേണ്ടി പുറത്ത് പലരുമുണ്ടാവും. അവർക്ക് അദ്ദേഹത്തെ വിട്ടുകൊടുക്കരുത്. സാർ, വിളർച്ചയോടെ പോലീസുകാർ മുഖാമുഖം നോക്കി. ICUവിന്റെ ഗ്ലാസ് വാതിലിലൂടെ അയാൾ അനിരുദ്ധൻ നീണ്ടു നിവർന്ന് കിടക്കുന്നത് കണ്ടു. അയാളുടെ ഹൃദയത്തിൽ ഒരു വിങ്ങലുണ്ടായി. ഇനി നോക്കി നിൽക്കാനുള്ള കരുത്തില്ലാതെ അയാൾ അനിരുദ്ധന്റെ സഹോദരന് അടുത്തേക്ക് നീങ്ങി. ആ ദിവസം അങ്ങനെ പോയി. പിറ്റേന്ന് പ്രഭാതം. പ്രേമചന്ദ്രൻ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ടെമ്പോവാൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഏതു നിമിഷവും CC-ക്കാരോ ബ്ലേഡ് കമ്പനിക്കാരോ വാൻ പിടിച്ചുകൊണ്ടുപോകും എന്നറിയാം. എന്നാലും വൃത്തിയായിട്ട് കിടക്കട്ടെ. അനിരുദ്ധന്റെ വിവരം അറിഞ്ഞതു മുതൽ യദുരാമനും ഋഷിയും വിഷാദത്തിലാണ്. ഇരുവരും കൂടി മുറിയിലിരുന്ന് സ്വരം താഴ്ത്തി സംസാരിക്കുന്നു. നിത്യമോൾ ഉണർന്നിട്ടില്ല. വിനയെയും മമ്മിയെ സഹായിച്ചുകൊണ്ട് അടുക്കളയിലുണ്ട്. അടുപ്പത്ത് കഞ്ഞി തിളയ്ക്കുന്നു. വെന്തോന്ന് നോക്കിക്കേടി. അടുപ്പിൽ വെച്ച് ചുട്ടെടുത്ത തേങ്ങ ചമ്മന്തി അരയ്ക്കുന്നതിനിടയിൽ അമൃത പറഞ്ഞു. വിനയ കലത്തിന്റെ അടപ്പ് മാറ്റി. ചോറിന്റെ ഗന്ധം. പെട്ടെന്ന് അവൾ ഒന്ന് ഓക്കാനിച്ചു. പിന്നെ അടപ്പ് തറയിലിട്ടിട്ട് മുറ്റത്തേക്കോടി. അമൃത നെറ്റിച്ചുളിച്ചു. എന്റെ ഈശ്വര! നെഞ്ചിൽ പെട്ടെന്ന് ശ്വാസം തിങ്ങിയതുപോലെ. കുഴവി അരകല്ലിൽ തന്നെ വെച്ചിട്ട് അവർ മകൾക്ക് പിന്നാലെ ചെന്നു. വടക്കുപുറത്തെ തെങ്ങിൻ ചുവട്ടിൽ നിന്ന് പിത്തവെള്ളം ഛർദ്ദിക്കുന്നു വിനയ. എന്താ മോളെ? അമ്പരപ്പോടെ അമൃത ചോദിച്ചു. അറിയില്ല മമ്മി. ആ ചോറിന്റെ മണം വന്നപ്പം. അമൃതയുടെ തലച്ചോറിനുള്ളിൽ ഒരിടിമുഴക്കം. നീ ഈ മാസമായിരുന്നോടി? വിനയ പകച്ചു. മമ്മിയുടെ ചോദ്യത്തിന്റെ അർത്ഥം അവളെ പിടിച്ചുലച്ചു. ഇല്ല. അവളുടെ ശബ്ദം വിറച്ചു. ഈ മാസവും കഴിഞ്ഞ മാസവും ആയില്ല. എന്റെ ഈശ്വര! എന്നിട്ട് നീ എന്താടി പറയാഞ്ഞത്? ചകിതയായി അമൃത ചുറ്റും നോക്കി. താൻ പിച്ചി ചീന്തപ്പെട്ട രാത്രി വിനയയുടെ ഓർമ്മയിലെത്തി. ഇപ്പോൾ
ഒരു പൊട്ടിക്കരച്ചിലോടെ അവൾ അകത്തേക്ക് ഓടി. പായിൽ കമിഴ്ന്ന് വീണു. എന്താ മമ്മി? ഋഷി പാഞ്ഞു വന്നു. എന്തു പറയും മകന്റെ മുഖത്ത് നോക്കി? ഒരമ്മയ്ക്ക് ഇത് പറയാനാവുമോ? വിനയ 100% നിരപരാധിയാണ്. എന്നാലും പറ മമ്മി, എന്തിനാ ചേച്ചി കരയുന്നത്? ഒന്നുമില്ല. ആ, ഇപ്പം അവളോട് ഒന്നും ചോദിക്കണ്ട. എന്തോ പിറുപിറുത്തുകൊണ്ട് ഋഷി തിരിഞ്ഞു നടന്നു. അടുപ്പിൽ കഞ്ഞി തിളച്ചു തൂവിയത് അമൃത അറിഞ്ഞില്ല. കടുത്ത ചിന്തയോടെ അവർ പുറത്തേക്കിറങ്ങി. പ്രേമചന്ദ്രൻ അപ്പോൾ വാൻ തുടയ്ക്കുകയായിരുന്നു. ശങ്കയോടെ അമൃത അടുത്തു ചെന്നപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കി. ഇനി അധിക നാൾ കൂടി ഈ വാൻ കഴുകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അമൃതേ. അവർ അതിന് മറുപടി പറഞ്ഞില്ല. എന്തുപറ്റി? അയാൾ നെറ്റി ചുളിച്ചു. നിന്റെ മുഖമെന്താ വല്ലാതിരിക്കുന്നത്? അപ്പോഴേക്കും അമൃതയുടെ കണ്ണുകൾ പൊട്ടിയൊഴുകി. എന്താടി? തുടച്ചുകൊണ്ടിരുന്ന തുണി അയാൾ വാനിന്റെ പുറത്തേക്കിട്ടു. പുറം കൈകൊണ്ട് കണ്ണ് തുടച്ചിട്ട് വല്ല വിധേനയും അമൃത കാര്യം പറഞ്ഞു. കേട്ടത് വിശ്വസിക്കാനാവാത്ത ഞെട്ടലിൽ തറയിൽ ഉറച്ചുപോയതുപോലെ നിന്നുപോയി പ്രേമചന്ദ്രൻ. അവസാനം ഏറെ നേരം കഴിഞ്ഞ് അയാൾ തിരക്കി. ഇനി എന്തു ചെയ്യും നമ്മൾ? ഈ അവസരത്തിൽ സമചിത്തതയോടെ കാര്യങ്ങൾ നേരിടണമെന്ന് അമൃതയ്ക്കറിയാം. അവർ പറഞ്ഞു. ഹരിലാലിന് നേരത്തെ വിനയയിൽ ഒരു താല്പര്യമുണ്ടായിരുന്നു. അവളുടെ ഈ അവസ്ഥയ്ക്ക് അവനും കാരണക്കാരനാണല്ലോ. അവൻ അവളെ സ്വീകരിക്കാൻ തയ്യാറായാൽ എന്ത് വിട്ടുവീഴ്ചകൾക്കും നമ്മൾ തയ്യാറാകണം. നേരത്തെ സന്ധി സംഭാഷണത്തിന് മെമ്പർ ശിവരാമനും പങ്കജാക്ഷനും വന്നിട്ടുണ്ടെന്നത് പ്രേമചന്ദ്രൻ ഓർത്തു. അമൃത തുടർന്നു. അവൻ സമ്മതിക്കുന്നതിന് വേണ്ടി വന്നാൽ നമ്മൾ കേസുകൾ പിൻവലിക്കാൻ വരെ തയ്യാറാകേണ്ടി വന്നേക്കും. എന്നാലും നമ്മുടെ കുഞ്ഞിന്റെ ഭാവിയെ കരുതി. ചിന്തയോടെ അയാൾ തലകുലുക്കി. പിന്നെ തിരക്കി. യദുവും ഋഷിയും അറിഞ്ഞോ? തൽക്കാലം അറിയണ്ട. ഇതുകൂടി അറിഞ്ഞാൽ അവന്മാർ എന്തു ചെയ്യുമെന്നൊന്നും കരുതാൻ പറ്റില്ല. അമൃത സമ്മതിച്ചു. ഞാൻ ഏതായാലും ഹരിലാലിന്റെ വീട് വരെ ഒന്ന് പോകാം. ഭക്ഷണം പോലും കഴിക്കാതെ അപ്പോൾ തന്നെ പ്രേമചന്ദ്രൻ ഹരിലാലിന്റെ വീട്ടിലേക്ക് യാത്രയായി. മണപ്പള്ളിക്ക് വടക്ക് പ്രധാന റോഡിൽ തന്നെ ഒരു ഇരുനില കെട്ടിടം. ഗേറ്റിന് പുറത്ത് ടെമ്പോ വാൻ നിന്നു. അതിൽ നിന്നിറങ്ങി പ്രേമചന്ദ്രൻ അകത്തേക്ക് നോക്കി. ഒരു ട്രേഡ് യൂണിയൻ നേതാവിന് ഇത്രയുമൊക്കെ സമ്പാദിക്കാൻ കഴിയുമോ? അത്ഭുതം തോന്നി അയാൾക്ക്. ഗേറ്റ് തുറന്ന് അയാൾ മണൽ വിരിച്ച മുറ്റത്ത് കയറിയപ്പോൾ പോർച്ചിൽ കിടന്നിരുന്ന ടൊയോട്ടോ കോൾസിന് മുകളിലൂടെ തന്നെ ഹരിലാലിന്റെ അച്ഛൻ വാസുവിനെ കണ്ടു. സിറ്റ് ഔട്ടിൽ മറ്റു ചിലരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. മടിയോടെയാണ് അയാൾ അങ്ങോട്ട് ചെന്നത്. വാസു തലയുയർത്തി. പ്രേമചന്ദ്രനെ കണ്ടപ്പോൾ മുഖത്ത് പുച്ഛം നിറഞ്ഞു. എന്താ? വാസുവിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്നിനി സമയമില്ല, നാളെ രാവിലെ വരൂ. അറുത്തുമുറിച്ച മറുപടി. അത്യാവശ്യമാണ്, സംസാരിച്ചിട്ടേ ഞാൻ പോകൂ. വാസുവിന്റെ നെറ്റി ചുളിഞ്ഞു. തന്റെ മുന്നിലിരുന്നവരെ ഒന്ന് നോക്കിയിട്ട് അയാൾ പറഞ്ഞു. എങ്കിൽ വേഗം പറ. പ്രേമചന്ദ്രൻ പരുങ്ങി. പറയാനില്ലേ? ഉണ്ട്. അയാൾ അവിടെ ഇരുന്നവരെ നോക്കി. സ്വകാര്യമാണ്. വാസു അമർത്തി മൂളിയിട്ട് അവിടെ ഇരുന്നവരോട് അറിയിച്ചു. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ. ഞാൻ വൈകിട്ട് അങ്ങോട്ട് വരാം. അവർ തൊഴുതിട്ട് ഇറങ്ങിപ്പോയി. ഇനി പറയൂ. പ്രേമചന്ദ്രനോട് ഒന്ന് ഇരിക്കാൻ പോലും പറയാതെ അയാൾ കാലിന്മേൽ കാൽ കയറ്റി വെച്ചു. എങ്കിലും കസേര വലിച്ചിട്ട് അതിൽ ഇരുന്നിട്ടാണ് പ്രേമചന്ദ്രൻ കാര്യം അവതരിപ്പിച്ചത്. വാസുവിന്റെ മുഖത്ത് പലതരം ഭാവങ്ങൾ മിന്നിമറഞ്ഞു. പ്രേമചന്ദ്രൻ പറഞ്ഞു നിർത്തിയപ്പോൾ അയാൾ തിരക്കി. ഇതൊക്കെ ഇപ്പോൾ എന്നോട് പറയുന്നതിന്റെ ഉദ്ദേശം? അസ്വസ്ഥതയോടെ അയാൾ സ്വർണ്ണ ചെയിനുള്ള വാച്ചിൽ തടവുകയും ജുബ്ബയുടെ തോൾഭാഗം വലിച്ചിടുകയും ചെയ്തു. കട്ടിയുള്ള സ്വർണ്ണ ചെയിൻ തിളങ്ങി. ഹരിലാലും വിനയയും തമ്മിൽ സ്നേഹത്തിലായിരുന്നെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പ്രേമചന്ദ്രന് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് വാസു ചാടി എഴുന്നേറ്റുകൊണ്ട് അലറി. എഴുന്നേൽക്കടാ അവിടുന്ന് കഴിവറുടെ മോനെ. ആരാന്റെ കൊച്ചിനെ വയറ്റിലിട്ടോണ്ട് എന്റെ മോനെ കെട്ടണം അവൾക്ക്, അല്ലേടാ? പ്രേമചന്ദ്രൻ എഴുന്നേറ്റ് പോയി. എന്റെ മകന്റെ കൊച്ചൊന്നുമല്ലല്ലോ അവളുടെ വയറ്റിൽ. പലരും കയറിയിറങ്ങിയ കൂട്ടത്തിൽ എന്റെ മോനും അവിടെ വന്നു കാണും. അതിന് അവൻ അവളെ കെട്ടണോടാ? അയാളുടെ അലർച്ച കേട്ട് അകത്തുനിന്നും ഭാര്യയും പിന്നാലെ ഹരിലാലും ഇറങ്ങി വന്നു. വാസു മകനെ പിടിച്ച് പ്രേമചന്ദ്രന്റെ മുന്നിലേക്ക് നീക്കി നിർത്തി. കേട്ടോടാ മോനെ, ഇയാടെ മോളെ നീ ഗർഭിണിയാക്കിയെന്ന്. ഹരിലാൽ പുച്ഛിച്ച് ചിരിച്ചു. അവളെ നീ കെട്ടണമെന്ന്. എങ്കിൽ നമ്മുടെ പേരിൽ കൊടുത്തിരിക്കുന്ന കള്ളക്കേസുകൾ പിൻവലിക്കാമെന്ന്. ഹരിലാൽ കോപത്തോടെ പ്രേമചന്ദ്രനെ നോക്കി. ദേ, അനാവശ്യം പറഞ്ഞാൽ വീട്ടിൽ വന്ന് കയറിയ ആളാണെന്നോ എന്റെ അച്ഛന്റെ പ്രായമുണ്ടെന്നോ നോക്കില്ല ഞാൻ. അടിച്ച് പല്ല് പറിച്ചു കളയും. പ്രേമചന്ദ്രന്റെ ക്ഷമ എപ്പോഴേ നശിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ അത് തന്നെ ഒന്ന് കാണട്ടടാ. നിന്റെ വീടാണെന്ന് വെച്ച് തിണ്ണമിടുക്ക് കാണിച്ചോടാ. ഹരിലാൽ ഭയന്ന് അച്ഛന്റെ അടുത്തേക്ക് അല്പം നീങ്ങി നിന്നു. തന്റെ മോള് പിഴച്ച് ഗർഭിണിയായെന്ന്
ഈ നാട്ടുകാരെ മുഴുവൻ മൈക്കിലൂടെ അറിയിക്കും ഞാൻ, നോക്കിക്കോ. ഒന്നും തീർന്നിട്ടില്ല, എല്ലാം തുടങ്ങാൻ പോവുകയാ. ഹരി, നിനക്ക് ചിന്തിക്കാൻ നേരമുണ്ട്. പ്രേമചന്ദ്രൻ വീണ്ടും താണുകൊടുത്തു. ഇവിടെ ആവശ്യക്കാരൻ താനാണ്. പക്ഷേ വാസുവിന്റെ ഭാര്യ ഭാനു ഉറഞ്ഞു തുള്ളി. ഇറങ്ങിപ്പോടോ ഇവിടുന്ന്. എട്ടും പൊട്ടും തിരിയാത്ത എന്റെ കുഞ്ഞിനെ കണ്ണും കൈയും കാണിച്ച് അവന്റെ കാശെല്ലാം പിടുങ്ങിയിട്ട് ഇപ്പം ഗർഭമെന്ന് പറഞ്ഞു വന്നിരിക്കുന്നു. അവർ ഭർത്താവിന് നേരെ തിരിഞ്ഞു. കാശ് വാങ്ങിക്കാനുള്ള സൂത്രമായി ഇതൊക്കെ. ഒറ്റ പൈസ കൊടുക്കരുത്. സ്വന്തം അനുഭവത്തിൽ നിന്നാകുമ്പോൾ നിങ്ങൾക്കിങ്ങനെയേ തോന്നൂ. പ്രേമചന്ദ്രൻ തിരിച്ചടിച്ചു. ഭർത്താവ് ചുമടെടുക്കാൻ പോകുന്ന നേരത്ത് അന്ന് വെറും ചെറ്റക്കുടിലായിരുന്ന ഈ വീടിന് മുന്നിൽ ആളുകൾ ക്യൂ നിൽക്കുകയായിരുന്നെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തിന് ഈ നിൽക്കുന്ന ഹരിലാൽ ഈ വാസുന്റേത് തന്നെയാണെന്ന് നിങ്ങൾക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയുമോ? തീപ്പൊള്ളലേറ്റതുപോലെ പിടഞ്ഞുപോയി ഭാനു. പക്ഷേ അപ്പോഴേക്കും വാസു പ്രേമചന്ദ്രനെ പിടിച്ചു തള്ളി. തല്ല് മേടിക്കാതെ നീ പോകത്തില്ല അല്ലേടാ? പ്രേമചന്ദ്രൻ മുറ്റത്തേക്ക് വേച്ചുപോയി. എന്നാൽ താഴെ വീഴാതെ അയാൾ തിരിഞ്ഞു. എടാ വാസു, എന്റെ പേര് പ്രേമചന്ദ്രൻ എന്നാണെങ്കിൽ നിന്റെ മോൻ തന്നെ എന്റെ മോളെ കെട്ടും. അല്ലാതെ ഒരുവളും ഇവന്റെ ഭാര്യയായിട്ട് ഇവിടേക്ക് വരില്ല. ഇനി അതിന് ശ്രമിച്ചാൽ മണ്ഡപത്തിലെത്തുവാൻ ഇവന് തല കാണത്തില്ല. സത്യം. ഹരിലാൽ കിടുങ്ങിപ്പോയി. പ്രേമചന്ദ്രൻ വെട്ടിത്തിരിഞ്ഞു നടന്നു. വാസുവും കുടുംബവും അയാളെ നോക്കി തരിച്ചു നിന്നു. അധ്യായം 23. പ്രേമചന്ദ്രൻ വീട്ടിൽ മടങ്ങിയെത്തുമ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു അമൃത. എന്തായി പ്രേമേട്ട പോയ കാര്യം? പെട്ടെന്നൊരു മറുപടി അയാൾ പറഞ്ഞില്ല. എങ്കിലും ആ മൗനത്തിന്റെ അർത്ഥം അമൃത തിരിച്ചറിഞ്ഞു. അപ്പോൾ അയാൾ തലകുലുക്കി. നമ്മുടെ മോളെക്കുറിച്ച് എന്തൊക്കെയാണ് അവനും അവന്റെ വീട്ടുകാരും പറഞ്ഞതെന്ന് അറിയാമോ? പക്ഷേ വിടില്ല ഞാൻ. അവനെ കൊണ്ടു തന്നെ നമ്മുടെ മോളെ ഞാൻ താലി കെട്ടിക്കും. അല്ലെങ്കിൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. പ്രേമേട്ട. അയാളുടെ വാക്കുകൾ അവരെ പൊള്ളിച്ചു. ഇങ്ങനെയൊന്നും പറയരുതേ. അല്ലാതെ ഞാൻ എന്തു ചെയ്യണം? തന്തയില്ലാത്ത കുഞ്ഞിനെ പെറ്റാൽ നാട്ടാർ വിനയെയും നമ്മളെയും എങ്ങനെ നോക്കും? അമൃതയുടെ തല കുനിഞ്ഞു. ഒക്കെ തന്റെ തെറ്റാണെന്ന് ഇപ്പോൾ അവർക്ക് തോന്നി. മകന്റെ കൂട്ടുകാരെ സ്വന്തം മക്കളെ പോലെ കണ്ടതും സ്നേഹിച്ചതും വെച്ചു വിളമ്പിക്കൊടുത്തതും തെറ്റ്. ലേഖ ഉണ്ടായിരുന്നെങ്കിലും എന്തെങ്കിലും പരിഹാരം കണ്ടേനെ. അമൃത ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. പപ്പയും മമ്മിയും രഹസ്യമായി സംസാരിക്കുന്നത് കുറച്ചകലെ മറഞ്ഞു നിന്ന് യദുരാമനും ഋഷിയും കാണുന്നുണ്ടായിരുന്നു. കാര്യം വ്യക്തമായില്ലെങ്കിലും ഗൗരവമേറിയത് എന്തോ ആണെന്ന് അവർക്ക് ബോധ്യമായി. ഋഷി, യദുരാമൻ പതുക്കെ വിളിച്ചു. അവൻ തലതിരിച്ചു നോക്കി. ഇനി ഈ വീട്ടിലെ ഓരോ ചലനവും ശ്രദ്ധിക്കണം. എന്താണുണ്ടായതെന്ന് അറിയണം. അത് ഞാൻ ഏറ്റു. ആ നേരത്ത് ഹോസ്പിറ്റലിൽ നിന്നും തിരികെ ജയിലിലേക്ക് കൊണ്ടുപോകാനായി പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നു ആന്ത്രാക്സ് ലേഖയെ. CI അനിരുദ്ധന് സംഭവിച്ച ദുരന്തത്തെക്കുറിച്ച് അവർ അറിഞ്ഞിരുന്നു. ലേഖ ജീപ്പിൽ കയറുവാൻ ഭാവിച്ച നിമിഷം ചീറിവന്ന ഒരു ടാറ്റ സിയറെ ജീപ്പിന് മുന്നിൽ ബ്രേക്കിട്ടു. അതിൽ നിന്ന് പാർട്ടി ജില്ലാ പ്രസിഡന്റ് പങ്കജാക്ഷൻ ചാടിയിറങ്ങി. അയാളെ കണ്ടപ്പോൾ അവരുടെ മുഖമൊന്ന് കനത്തു. ഉദ്ദേശിച്ച ജോലി പൂർത്തിയാക്കിയിട്ട് നീ ജയിലിലേക്ക് പോകുകയാണെന്നറിഞ്ഞു. എന്നാൽ പിന്നെ ഒന്ന് കണ്ടേച്ചു പോകാമെന്ന് കരുതി വന്നതാണ് ഞാൻ. അയാൾ ഖദർ ഷർട്ടിന്റെ കൈകൾ മുകളിലേക്കൊന്ന് തെറുത്തു കയറ്റി. ലേഖയുടെ ചുണ്ടിൽ പുച്ഛം നിറഞ്ഞ ഒരു ചിരിയുണ്ടായി. ചിരിക്കണ്ടടി നീ. ഒരു വട്ടം വിജയിച്ചത് അത്ര വലിയ കാര്യവുമല്ല. SP ജയശങ്കർ സാറിന്റെ ഒരു കൈക്ക് പകരം നിന്റെ 2 കൈകളും റിസർവ് ചെയ്ത് കഴിഞ്ഞു ഞാൻ. ഓർത്തോ? ലേഖയുടെ കണ്ണുകളിൽ ഒരു മിന്നലുണ്ടായി. അതിനു മുമ്പ് നിന്റെ തലയങ്ങ് പോയാൽ എന്തു ചെയ്യും പങ്കജാക്ഷ? അയാൾ മറുപടി പറയും മുമ്പ് പോലീസുകാർ തള്ളി മാറ്റി. ലേഖ ജീപ്പിൽ കയറി. സിയറയെ കടന്ന് പോലീസ് ജീപ്പ് പാഞ്ഞുപോയി. പങ്കജാക്ഷൻ പിന്നെയും എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ആ ജീപ്പ് കണ്ണിൽ നിന്ന് മറഞ്ഞതും പങ്കജാക്ഷന്റെ മൊബൈൽ ഫോൺ ശബ്ദിച്ചു. യെസ്. അയാൾ അറ്റൻഡ് ചെയ്തു. ഞാനാ പങ്കജാക്ഷൻ സാറേ, ASI സത്യപാലൻ. എന്താടോ? സാറിനെ ഉടൻ ജയശങ്കർ സാറിന് ഒന്ന് കാണണമെന്ന്. വളരെ അത്യാവശ്യമാണ് പോലും. ശരി. ഫോൺ ഓഫ് ചെയ്തിട്ട് അയാൾ ജയശങ്കർ കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് വണ്ടി വിട്ടു. എന്തായിരിക്കും SP അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്? കൈയില്ലാത്ത ജയശങ്കറെ കൊണ്ട് തനിക്കിന് പ്രയോജനമൊന്നുമില്ല. പ്രയോജനമില്ലാത്തവരെ താൻ കൂടെ നിർത്താറുമില്ല. എങ്കിലും ഈ ഒരു വട്ടം കൂടി അയാളെ ഒന്ന് കണ്ടേക്കാം. ആശുപത്രി. പങ്കജാക്ഷൻ കടന്നു ചെല്ലുമ്പോൾ SP ജയശങ്കർ തന്റെ അറ്റുപോയ കൈത്തണ്ടയുടെ ഭാഗത്തേക്ക് നോക്കിക്കിടക്കുകയായിരുന്നു. കണ്ണുകളിൽ നനവിന്റെ തിളക്കം. ജയശങ്കർ സാർ. പങ്കജാക്ഷൻ വിളിച്ചപ്പോൾ അയാൾ പെട്ടെന്ന് ഇടതു കൈകൊണ്ട് കണ്ണു തുടച്ചു. മുറിയിൽ ഉണ്ടായിരുന്ന ജയശങ്കറുടെ ഭാര്യ അവർക്ക് സംസാരിക്കുന്നതിനായി പുറത്തേക്കിറങ്ങിക്കൊടുത്തു.
പങ്കജാക്ഷൻ കസേരയിലിരുന്നു. എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ലെന്നറിയാം സാർ, പക്ഷേ ആ ലേഖയെ ഞാൻ വിടില്ല. അതൊക്കെ പോട്ടെ പങ്കജാക്ഷ, ആ കാര്യം സംസാരിക്കുവാൻ ഇഷ്ടപ്പെടാത്തതുപോലെ ജയശങ്കർ പറഞ്ഞു. ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് ഞാൻ വിളിപ്പിച്ചത്. എന്താ സാറേ? പറയാം. വാതിൽക്കലേക്ക് നോക്കിക്കൊണ്ട് അയാൾ തുടർന്നു. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. എന്റെ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്തതാണ്. നമ്മുടെ എല്ലാ രഹസ്യങ്ങളും ഞാൻ വീഡിയോ കാസറ്റുകളിലും കമ്പ്യൂട്ടറുകളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വല്ലതും പുറത്തു വന്നാൽ ഇതിന്റെ കൂടെ ഞാൻ ജയിലിലുമാകും. കിടുങ്ങിപ്പോയി പങ്കജാക്ഷൻ. എന്തൊക്കെയാണ് സാറ് ശേഖരിച്ചിട്ടുള്ളത്? എല്ലാം. പ്രേമചന്ദ്രന്റെ മകനെ കേസിൽ കുടുക്കിയത് മുതൽ എല്ലാം. തോലു ഗംഗാധരന്റെയും ചിങ്കണ്ണി പരമുവിന്റെയും പോലീസ് കോൺസ്റ്റബിൾസിന്റെയും എല്ലാം കൊലപാതക രഹസ്യങ്ങൾ വരെ. മൈ ഗോഡ്! പങ്കജാക്ഷന് തല കറങ്ങി. അങ്ങകലെ എവിടെ നിന്നോ എന്ന വണ്ണം ജയശങ്കറുടെ ശബ്ദം പിന്നെയും കേട്ടു. എങ്ങനെയെങ്കിലും അത് പുറത്തു പോയാൽ നമ്മൾ കുടുക്കിയിട്ടുള്ള സകലരും പുറത്തു വരും. ലേഖയും ഓട്ടോക്കാരും പ്രേമചന്ദ്രന്റെ മകനുമൊക്കെ. പകരം നമ്മൾ അകത്തും. എന്താ സാറേ ഇത്? നിലവിളി പോലെ പങ്കജാക്ഷന്റെ ശബ്ദം ഉയർന്നു. സാർ അതൊക്കെ എവിടെയാണ് വെച്ചിരിക്കുന്നത്? ക്വാർട്ടേഴ്സിലെ സേഫിൽ. എന്റെ ഈ കേസ് IG നേരിട്ട് അന്വേഷിക്കുകയാണ്. വളരെ ബുദ്ധിമാനാണ് അദ്ദേഹം. എന്റെ ക്വാർട്ടേഴ്സ് അദ്ദേഹത്തിന് പരിശോധിക്കണം പോലും. 4 മണിക്ക് താക്കോൽ കൊടുത്തു വിടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങാനും അദ്ദേഹത്തിന് കിട്ടിയാൽ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ആരെങ്കിലും ഹിന്റ് നൽകിയിരിക്കുമെന്നാണ്. അത് ശരിയാണെന്ന് പങ്കജാക്ഷനും തോന്നി. ഒരാവശ്യം വന്നാൽ തനിക്കെതിരെ പ്രയോഗിക്കുവാൻ വജ്രായുധമാക്കി വെച്ചിരിക്കുകയായിരുന്നു SP ഇതൊക്കെ. പക്ഷെ ഇപ്പോൾ തന്റെ നിലനിൽപ്പിന് കൂടി ആപത്താണെന്ന് മനസ്സിലായപ്പോൾ അയാൾക്ക് വേവലാതിയായി. സാർ സേഫിന്റെയും ക്വാർട്ടേഴ്സിന്റെയും താക്കോലുകൾ ഇങ്ങ് താ, ഞാൻ പോയി എടുക്കാം. താക്കോലുകളും വാങ്ങി പങ്കജാക്ഷൻ പുറത്തേക്ക് പാഞ്ഞു. പക്ഷേ SP-യുടെ ക്വാർട്ടേഴ്സിന് മുന്നിൽ വണ്ടി നിർത്താതെ അയാൾ നേരെ വിട്ടുകളഞ്ഞു. കാരണം ജയശങ്കറുടെ ക്വാർട്ടേഴ്സിന് മുറ്റത്ത് ഒരു പോലീസ് ജീപ്പ്, കാവൽ നിൽക്കുന്ന പോലീസുകാർ. സമയം കടന്നുപോയി. പ്രേമചന്ദ്രന്റെ വീട്ടിൽ എല്ലാവരും ഉച്ചഭക്ഷണത്തിനിരുന്നെങ്കിലും പപ്പയുടെയും മമ്മിയുടെയും വിനയയുടെയും മുഖങ്ങളിൽ വേണ്ടത്ര തെളിച്ചമില്ലെന്ന് യദുരാമനും ഋഷിയും മനസ്സിലാക്കി. മൂവരും ആഹാരം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടുന്നു. യദുരാമനും ഋഷിയും കണ്ണുകൾ കൊണ്ട് സംസാരിച്ചു. നിത്യമോൾ മാത്രം കുനിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. യദുരാമനും ഋഷിയും ആദ്യം എഴുന്നേറ്റുപോയി. സംഗതി സീരിയസാ വല്യേട്ട, ഋഷി പറഞ്ഞു. വിനയയ്ക്കും അറിയാവുന്ന കാര്യമാ. ഏട്ടനൊന്ന് ചോദിച്ചു നോക്കിയേ. അവൻ നിഷേധഭാവത്തിൽ തലയാട്ടി. അവളും പറയുവാൻ സാധ്യതയില്ല. വൈകിട്ട് ഋഷി പുറത്തേക്ക് പോയി. തിരികെ വന്നത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയുമായാണ്. അറിഞ്ഞോ, ആ ഹരിലാലില്ലേ, അവൻ മെമ്പർ ശിവരാമന്റെ മോളെ കെട്ടാൻ പോകുന്നു. നാളെ കല്യാണമുറപ്പാ. അകത്തെ മുറിയിലിരുന്ന വിനയ അത് കേട്ടു. അടക്കിയ ഒരു നിലവിളിയോടെ അവൾ അവിടെ തന്നെ വീണു. പ്രേമചന്ദ്രനും അമൃതയ്ക്കും സംസാരിക്കുവാൻ പോലും കഴിഞ്ഞില്ല. നെഞ്ചിൽ ശ്വാസം വിലങ്ങിയതുപോലെ ഋഷി യദുരാമന്റെ അടുത്തേക്ക് പോയി. ആ ഉഷയുമായിട്ടാണോടാ? യദു ചോദിക്കുന്നത് അവർ കേട്ടു. ആ. പിന്നെ നിശബ്ദത. അമൃത പുറത്തു വീണു തുടങ്ങിയ ഇരുട്ടിലേക്ക് തുറച്ചു നോക്കി. ഇനി എന്തു ചെയ്യാനാ പ്രേമേട്ട? മെമ്പർ ശിവരാമനെ കാണണം. സത്യം പറയണം. അയാൾ പിന്മാറിയില്ലെങ്കിൽ. എന്തോ തീരുമാനിച്ചുറച്ചതുപോലെ അയാൾ കടുപ്പിച്ചൊന്ന് മൂളി. വേഗം തന്നെ അയാൾ വേഷം മാറി യാത്രയ്ക്കൊരുങ്ങി. പപ്പ എങ്ങോട്ടാ രാത്രിയിൽ? യദുരാമനും ഒപ്പം വന്നു. ഒരാളെ കാണണം. എങ്കിൽ തനിച്ചു പോകണ്ട, ഞാനും കൂടി വരാം. അത് വേണ്ട. കടുപ്പിച്ചങ്ങനെ പറഞ്ഞിട്ട് അയാൾ വാനിൽ കയറിപ്പോയി. അവൻ തിരിച്ച് അമൃതയുടെ അടുത്ത് വന്നു. പപ്പ എവിടെ പോയതാ മമ്മി? അവർ ഒന്ന് പരുങ്ങി. എന്നോടൊന്നും പറഞ്ഞില്ല. അവൻ മമ്മിയുടെ കണ്ണുകളിലേക്ക് നോട്ടം ഉറപ്പിച്ചു. കള്ളം പറയുവാൻ മമ്മി ഇനിയും പഠിച്ചിട്ടില്ല. രാവിലെ മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നു. പപ്പയും മമ്മിയും ഞങ്ങളെ മറച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അമൃതയുടെ ഇടനെഞ്ചൊന്ന് തേങ്ങി. മകനെ അഭിമുഖീകരിക്കാനുള്ള കരുത്തില്ലാതെ അവർ തലകുനിച്ചിരുന്നു. സമയം കടന്നുപോയി. പ്രേമചന്ദ്രൻ മടങ്ങി വന്നില്ല. എനിക്ക് വിശക്കുന്നമ്മേ. നിത്യമോൾ ചിണുങ്ങി. അമൃത അവൾക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്തു. അവൾ അത് കഴിച്ച് ഉറക്കം പിടിച്ചിട്ടും പ്രേമചന്ദ്രൻ വന്നില്ല. മറ്റു മക്കളാരും ആഹാരം കഴിക്കാൻ ചെല്ലുകയോ അമൃത അവരെ വിളിക്കുകയോ ചെയ്തില്ല. പരസ്പരം ആരും ഒന്നും പറഞ്ഞില്ലെങ്കിലും എല്ലാ മനസ്സുകളിലും നിറഞ്ഞ ഉത്കണ്ഠയായിരുന്നു. അയൽ വീടുകളിൽ ലൈറ്റുകൾ അണഞ്ഞു. അമൃത റോഡിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് വാതിൽക്കൽ വന്നിരുന്നു. വിനയ കിടന്നിടത്തു നിന്ന് ഇനിയും എഴുന്നേറ്റിട്ടില്ല. സമയം 11 മണി. ഋഷിയും യദുരാമനും വീണ്ടും അമൃതയെ സമീപിച്ചു. എന്താ മമ്മി പപ്പ വരാത്തത്? എനിക്കറിയില്ല മക്കളെ.
അവരുടെ ശബ്ദം ചിലമ്പി. എങ്കിൽ എങ്ങോട്ടാണ് പോയതെന്ന് എങ്കിലും പറ, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. പറയാനും പറ്റാത്തതുമായ അവസ്ഥയിലായി അവർ. ഈ നാട് മോശമാണെന്ന് ഞാൻ മമ്മിയെ ഓർമ്മിപ്പിക്കേണ്ടല്ലോ. യദുരാമന്റെ ശബ്ദം കനത്തു. പപ്പയ്ക്ക് എന്തെങ്കിലും? അതുകൂടി കേട്ടപ്പോൾ അമൃതയുടെ ഭീതി ഇരട്ടിച്ചു. മെമ്പർ ശിവരാമനെ കാണാൻ പോയതാ, പറഞ്ഞുപോയി. എന്തിന്? ആൺമക്കൾ നെറ്റി ചൊളിച്ചു. ഒറ്റ കരച്ചിലായിരുന്നു അവർ. അതോടെ ഇരുവർക്കും അപകടം മണത്തു. ഋഷി, വാടാ വേഗം. കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കാതെ യദുരാമൻ മുറ്റത്തേക്ക് ചാടി. പിന്നാലെ ഋഷിയും. ഇരുവരും കാലുകൾ നീട്ടിവെച്ച് നടന്നു. പോകും വഴി പപ്പ വരുമെന്ന് അവർ കരുതിയെങ്കിലും അതുണ്ടായില്ല. ശിവരാമന്റെ വീടിന് അടുത്തെത്താറായപ്പോഴേക്കും അവർ വിയർപ്പിൽ കുളിച്ചിരുന്നു. അകലെ വെച്ച് ശിവരാമന്റെ വീട്ടുമുറ്റത്ത് പകൽ പോലെ വെളിച്ചം കണ്ടു. നാളെ കല്യാണമുറപ്പിനായി പന്തൽ തയ്യാറാക്കുകയാണ് പണിക്കാർ. അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ശിവരാമനും മുറ്റത്തുണ്ടായിരുന്നു. ടെമ്പോവാൻ അവിടെയെങ്ങും കണ്ടില്ല. എങ്കിലും തിരക്കാം എന്ന് കരുതി അവർ അങ്ങോട്ട് ചെന്നു. പന്തൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മണപ്പള്ളിയിലെ രാഷ്ട്രീയ ഗുണ്ടകളാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അവരെ കണ്ടപ്പോൾ ഞെട്ടൽ ഒന്നുകൂടിയായി. ഋഷി താൻ തല്ലിത്തകർത്ത ശിവരാമന്റെ കാലുകളിലേക്ക് ഇടം കണ്ണിട്ട് നോക്കി. ഊന്നുവടിയുടെ സഹായത്തോടെയാണ് അയാളുടെ നിൽപ്പ്. പണിക്കാരുടെയൊക്കെ ശ്രദ്ധ അവരിലേക്കായി. എന്തു വേണം? ശിവരാമൻ ഇഷ്ടപ്പെടാത്ത ഭാവത്തിൽ തിരക്കി. ഒരു കാര്യം അറിയാൻ വന്നതാ. ചോദിച്ചേച്ച് വേഗം പോ. നാളെ എന്റെ മോടെ വിവാഹ നിശ്ചയമാ. പപ്പ ഇങ്ങോട്ട് വന്നിരുന്നോ? ആരാ? പ്രേമചന്ദ്രനോ? യദുരാമൻ മൂളി. ഇല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ അയാൾ എന്തിന് ഇങ്ങോട്ട് വരണം? അതറിയില്ല. പക്ഷെ ഇവിടേക്ക് വരികയാണെന്നും പറഞ്ഞാ പോന്നത്. കേട്ടോടാ കൂവേ. ശിവരാമൻ തിരിഞ്ഞ് പണിക്കാരെ നോക്കി. ആ പ്രേമചന്ദ്രൻ ഇങ്ങോട്ടെങ്ങാനും വന്നത് നിങ്ങൾ കണ്ടോ? ഇല്ലല്ലോ മെമ്പറെ. കേട്ടല്ലോ. ശിവരാമൻ ഇരുവരെയും നോക്കിച്ചിരിച്ചു. ഇനി പോകാമല്ലോ. പോകാം. മമ്മി പറഞ്ഞത് കള്ളമല്ലെന്ന് യദുരാമൻ അറിയാം. പല വാഹനങ്ങളും വന്നു പോയതിന്റെ പാടുകൾ അവൻ മുറ്റത്ത് കണ്ടു. എന്താ നിൽക്കുന്നത്? ശിവരാമന്റെ സ്വരം മാറി. പറഞ്ഞുവിട്ടേ പോകത്തുള്ളോ? എന്നില്ല. യദുരാമൻ ഒരടി മുന്നോട്ട് നീങ്ങി. നാളെ നിങ്ങൾ ഇത് മാറ്റിപ്പറയരുത്. പപ്പ ഇവിടെ ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ, അരുതാത്തതെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശിവരാമ, തന്റെ മോളുടെ കല്യാണമുറപ്പല്ല, തന്റെ ശവത്തിൽ റീത്ത് വയ്പായിരിക്കും ഈ പന്തലിന് കീഴെ നടക്കുന്നത്. അപ്പോഴേക്കും പണിക്കാർ അവരെ വളഞ്ഞു. എന്താടാ, പാതിരാത്രിക്ക് വീട്ടിൽ കയറി വന്ന് വെല്ലുവിളിക്കുകയാണോ? ആണടാ. എന്താ, നിനക്കൊക്കെ വല്ലതും ചെയ്യാമോ? ഋഷി ചീറി. പക്ഷേ ശിവരാമൻ ഇടപെട്ടു. ഏയ്, നിങ്ങൾ പോയി ജോലി ചെയ്യ്. കുട്ടികളല്ലേ ഇവർ, വന്ന പോലെ തിരിച്ചു പൊയ്ക്കോട്ടെ. പണിക്കാർ പിൻവാങ്ങി. യദുരാമനും ഋഷിയും വെട്ടിത്തിരിഞ്ഞ് നടന്നു. ആ ഹരിലാൽ ഇങ്ങേരുടെ മോളെ ഗർഭിണിയാക്കിയെന്ന് ആൾക്കാർ പറയുന്ന കേട്ടു. ഋഷി പിറുപിറുത്തു. എന്തേലും ആകട്ടെ, നീ വാ. വേഗത്തിൽ നടന്നും ഓടിയുമാണ് അവർ വീട്ടിലെത്തിയത്. പ്രേമചന്ദ്രൻ തിരിച്ചു വന്നിരുന്നില്ല. അവിടെ പപ്പ ചെന്നിട്ടില്ലെന്ന് ഋഷി അറിയിച്ചപ്പോൾ അമൃത നെഞ്ചിൽ കൈവച്ചു. എന്റെ ഈശ്വര. എല്ലാവരും കാത്തിരുന്നു. മണിക്കൂറുകൾ പിടഞ്ഞു വീണു. പ്രേമചന്ദ്രൻ മടങ്ങി വന്നില്ല. ബാക്കി ഭാഗം നാളെ.